യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് വീണ്ടും ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സംജിത്താണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോയിരിക്കുന്നത്. വിൻസ്റ്റൺ സെക്കൻഡ്, അനൂപ്, ഷയോന, പ്രതീഷ് നാലാമതേ ആയിപ്പോയി. പ്രതീഷ് അവിടുന്ന് ഞെക്കിയതാണ്, മണ്ണർകാട് സോണായിരുന്നുകൊണ്ട് അവിടെ നിന്ന് പോയതാണ്. ആശിഷ്, കൈമാമൻ, ടോം, everyone bless you in Jesus name. JB brother bless you. എല്ലാവർക്കും വർഗീസ് ബ്രദർ അബുദാബിയിൽ നിന്ന് ദുബായ് വരെ വരാനായിട്ട് കുറച്ച് താമസിച്ചു. ഷീന സൗദരി bless you. Everyone who is joining us today bless you. ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചെടുത്ത് തന്നെ ഇന്നൊന്ന് ആരംഭിക്കാം. It is the foundation of the blessing that we are going to talk about. Everyone, Jijo, Thomas, Belfast in the തൊട്ടയിലൊക്കത്തു നിന്ന് റോഷന ഇപ്പം വന്ന് കയറുന്നേ ഉള്ളൂ. റോഷന ചെറുതായിട്ട് സ്ക്രീനിൽ വരുന്നുണ്ട്. VBS ഞാൻ ഇന്ന് VBSൻ്റെ മെസ്സേജ് റെക്കോർഡ് ചെയ്യായിരുന്നു. നാളെ കഴിഞ്ഞ് VBS മെസ്സേജ് തോമസ് ബ്രദർ പറഞ്ഞു എല്ലാം കൊണ്ടും 15 മിനിറ്റ് കൊണ്ട് തീർക്കണം. ഞാൻ 13 മിനിറ്റ് കൊണ്ട് അത് തീർത്തിട്ടുണ്ട്. 13 മിനിറ്റ് കൊണ്ട് VBS മെസ്സേജ് വ്യാഴാഴ്ചത്തെ അവസാനത്തെ ദിവസത്തെ മെസ്സേജാണ്. അതിനകത്ത് റോഷനയുണ്ട്. അപ്പോൾ നിങ്ങൾ റോഷന എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ കൈ വരുന്നത് റോഷനയുടെ. സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അന്നത്തെ മെസ്സേജിൽ റോഷനയും ഉണ്ട്. പണ്ട് ഒരാളോട് സിനിമയിൽ ഞാൻ അഭിനയിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ പട്ടിയുടെ പുറയിൽ നിൽക്കുന്ന ചെറിയ മരയില്ല, എൻ്റെ പുറയിൽ ഞാൻ നിൽപ്പുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ റോഷന നാളെ കഴിഞ്ഞത്തെ VBSനകത്ത് റോഷനയും ഉണ്ട്. റോഷനയുടെ കൈ അഭിനയിക്കുന്നു. സോ നാളെ കഴിഞ്ഞ് VBS is doing very well. എല്ലാവരും ലോകമെമ്പാടും അത് കാണുന്നുണ്ട്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ പിള്ളേർക്ക് വളരെയധികം യേശുവിനെ കൊടുക്കണം. കാണാത്ത യേശുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഗുണം അവർ കർത്താവുമായിട്ട് സ്നേഹബന്ധത്തിലാവുമ്പോൾ അത് പിന്നീട് പ്രണയബന്ധമായി കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല. They will never feel they are alone. They will be so much engrossed into it. ഇതൊരു എന്നാ പറയേണ്ടത്, കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ പോലെയാണ്. യു വിൽ മിസ് ഇറ്റ്. ഒറ്റ സെക്കൻഡ് പോയി കഴിഞ്ഞാൽ യു വിൽ റിയലി മിസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. പലപ്പോഴും ഈ ദൈവത്തിൻ്റെ പല പദ്ധതികളിലും ഇന്നലെ വേദഭാഗം വായിച്ചത്, അതിനകത്ത് ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ 4-5 കീസ് ഉണ്ട്, അത് പറയാം. 1 കൊരിന്ത്യർ 1-ാം വാക്യത്തിലാണ് ഈ പലപ്പോഴും നമ്മളിൽ ഭയം വരുന്നതിൻ്റെ കാരണം. ഞാൻ ഇന്ന് സൺഡേ മെസ്സേജിന് വേണ്ടി ജസ്റ്റ് ഒരു ബ്രീഫ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ബട്ട് ഇറ്റ്സ് ഡെവലപ്പിംഗ് ഇൻ ടു എ ഗുഡ് മെസ്സേജ്. അതിൻ്റെ കാരണം നീതിബോധം ഇല്ലാത്തതുകൊണ്ട്. നീതിബോധം, അതാണ് ഈ നീതിയുടെ വചനത്തിൽ നിങ്ങൾ അഭ്യസിച്ചില്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം. ആ ഭാഗം വായിച്ചിട്ട് ഇവിടെ ഒന്ന് വരുവായിരുന്നെങ്കിൽ ഞാൻ നല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കപ്പെടാൻ പോവാം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടിയ നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. വീണ്ടും ഉപദേശിക്കാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, കട്ടിയായ സോളിഡ് ഫുഡ്. അതാ നമ്മൾ അവിടെ വിട്ടേച്ചു പോയി. ഞാൻ ഈ
ഞാൻ വന്നിവിടെ ഇരിക്കുന്നത് ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടല്ല ഇവിടെ വരുന്നത്. ഫ്രീ മൈൻഡാണ്. അപ്പോൾ ഹോളി സ്പിരിറ്റ് എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അങ്ങ് പോകും. സോ ഗോ ഹെഡ്, വായിച്ചു. കട്ടിയായ ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാലെന്ന് പറഞ്ഞത് എപ്പോഴും നമ്മൾ ആരെങ്കിലും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ ആശ്രയിക്കുക, ചെറിയ ചെറിയ കാര്യത്തിന് ഭയപ്പെടുക. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൊട്ട് താഴെ വായിക്കാൻ മനസ്സിലാവും. വായിച്ചു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ ഞാൻ എൻ്റെ നേരത്തെ മെസ്സേജസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ദൈവവചനത്തെ കൃപയുടെ വചനമെന്നും നീതിയുടെ വചനമെന്നും രണ്ടായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. കൃപയുടെ വചനവും വിൽ ബിൽഡ് യു അപ്പ്, വേർഡ് ഓഫ് റൈച്ചസ്നെസ്. നീതിയുടെ വചനമാണ് നമുക്ക് ധൈര്യം തരുന്നത്. നമുക്ക് പിന്നെ ഇത് നല്ലതാ മറ്റേത് ചീത്തയാണെന്നൊന്നും അകത്തുനിന്ന് ഹോളി സ്പിരിറ്റ് ക്ലിയർ ആയിട്ട് ഡിസേൺ ചെയ്യും. വൈ? അതിൻ്റെ കാരണം യു ആർ നൗ നോട്ട് അഫ്രൈഡ്. ഫിയർ എന്ന് പറയുന്ന സാധനം പോവും. ആൻഡ് യു നോ വാട്ട് ഈസ് ഫ്രം ഗോഡ് ആൻഡ് വാട്ട് ഈസ് നോട്ട് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നാണോ ദുഷ്ടനാണോ എന്ന ഒരു സംശയവും നമുക്ക് കാണത്തില്ല. നീതിയുടെ വചനത്തിൽ അഭ്യസിക്കുക. അപ്പം അതാണ് ദൈവത്തിൻ്റെ വിസ്ഡമാണ് അവിടെ വരുന്നത്. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ക്രിസ്തു യേശുവിൻ്റെ വിസ്ഡം 3 കാര്യങ്ങളിലാണ് തെളിവായി വരുന്നത്. ഒന്ന് നീതി, ഒന്ന് കൊരിന്ത്യർ വായിച്ചു. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം. ആ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ആണ് നമ്മളെ 3 കാര്യത്തിൽ ഉറപ്പിക്കുന്നത്. നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്. 3 കാര്യത്തെക്കുറിച്ച് ഉറപ്പിക്കും. ഇതിനെ പത്രോസ് പറയുമ്പോൾ ഫൗണ്ടേഷണൽ ട്രൂത്ത് എന്നൊക്കെ പറയും. ഇത് ബേസിക്കാണ്, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. പലപ്പോഴും സംഭവിക്കുന്നത് ഈ നീതിബോധം ഇല്ലാത്തതിൻ്റെ കാരണം ദൈവവചനത്തിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും സബ്സ്റ്റിറ്റ്യൂട്ടാണ് യേശു, എൻ്റെ പകരക്കാരനാണ് യേശു എന്നുള്ള ബോധമില്ലാത്തത് കൊണ്ട്. യേശു ക്രിസ്തു എൻ്റെ പകരക്കാരൻ എന്ന് പറഞ്ഞാൽ ശാപമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ദാരിദ്ര്യമായിക്കോട്ടെ, ഇതെല്ലാം എൻ്റെ പകരക്കാരൻ. ഞാൻ എന്തൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു വില, ആ വില മുഴുവൻ യേശു കൊടുത്തു. അതാണ് നമ്മൾ പുതിയ സൃഷ്ടിയുടെ കാര്യം വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ടുഡേ കണക്റ്റഡ് വിത്ത് ദ ഹെഡ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് കോ വർക്കേഴ്സ് വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ യേശു എനിക്ക് വേണ്ടി ഇരിക്കുന്നു, യേശുവിന് വേണ്ടി ഭൂമിയിൽ ഞാൻ നടക്കുന്നു. അത്രയും പെർഫെക്റ്റ് അലൈൻമെൻറ്റ്. അതാ ഇന്നലെ നമ്മൾ വായിച്ചത്, അവൻ ശരീരമാകുന്ന സഭയുടെ തലയാകുന്നു. ആ തലയെന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ എല്ലാം പദ്ധതിയും നിറയ്ക്കുക, ഹാഫ് ആയിട്ട് നിർത്തത്തില്ല. അതുകൊണ്ടാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാം നിറവോളം നിങ്ങൾ നിറയണം. യേശുവിൽ പടകിൽ മീൻ പിടിക്കാൻ പോകുമ്പോഴും പത്രോസിന് ആവശ്യമുള്ള അന്നത്തെ 5 മത്സ്യമല്ല കൊടുക്കുന്നത്, 2 പടക് നിറച്ച് മുങ്ങുമാർ. 5 അപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ 12 കട്ട നിറച്ച് അവർക്ക് കൊടുക്കുമ്പോൾ, കഴിക്കാൻ കൊടുക്കുമ്പോൾ വേണ്ടുവോളം. ദൈവത്തിന് ഒരിക്കലും സ്കാർസിറ്റി ഇല്ല. അന്നന്ന് എങ്ങനെയും നടത്തുന്ന അല്ല. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പോൾ ആ നീതിബോധം എന്ന് പറയുന്നതാണ് ഈ അനുഗ്രഹം നമ്മളെ എടുക്കാനായിട്ടുള്ള ധൈര്യം തരുന്നത്. ആ നീതിബോധമില്ലെങ്കിൽ എപ്പോഴും ഈ 3 കാര്യം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്, ഈ 3 കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലെങ്കിൽ നമ്മളെപ്പോഴും അധൈര്യം, എപ്പോഴും അധൈര്യം നമ്മളെ വേട്ടയാടും. അധൈര്യം എന്ന് പറഞ്ഞാൽ എനിക്കിതിന് യോഗ്യത ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ്, ഞാൻ മിക്കവാറും റെയിനിങ് ലൈഫ്, വാഴ്ചയുടെ ജീവിതമായിരിക്കും ഈ സൺഡേൻ്റെ എൻ്റെ മെസ്സേജ്. ചിന്തിച്ചിട്ടില്ല, ജസ്റ്റ് ഇന്ന് ഞാൻ അതിനെ കുറിച്ച് ഐ വാസ് ജസ്റ്റ് ബ്രൂഡിങ് ഓവർ. പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വായിച്ചു. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ
അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്യാൻ പോകുന്നു എന്നല്ല, ചെയ്ത് കഴിഞ്ഞിരിക്കുക. അപ്പൊ ജീവനും ഭക്തിക്ക് വേണ്ടിയത് ദാനമായി ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ദൈവം എങ്ങനെ ചെയ്യുമോ അങ്ങനെയായിരിക്കും എല്ലാ കാര്യങ്ങളും. ഞാൻ നേരത്തെ അതുകൊണ്ട് പറഞ്ഞ് നിറയ്ക്കുന്നവനാണ്. ഹിസ് ആറ്റിറ്റ്യൂഡ്, എവിടെ യേശു ചെന്നാലോ അവിടെ നിറവായിരിക്കും. എവിടെ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ടോ അവിടെ ഈ 40 വർഷം ജനങ്ങളെ കൊണ്ട് നടക്കുമ്പോൾ 25 ലക്ഷം പേരുണ്ടായിരുന്നെങ്കിൽ ഒരാൾക്ക് പോലും ചെരുപ്പ് തേഞ്ഞു പോയിട്ടില്ല, വസ്ത്രം ജീർണിച്ചില്ല, വിശന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് പ്രൊവൈഡഡ് ഫോർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പം അത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ വായിക്കണം. ത്രൂ ദ നോളജ് ഓഫ് ഹിം ഹു കോൾഡ് അസ് ബൈ ഗ്ലോറി ആൻഡ് വർച്യൂ. 2 നോളജ് കാര്യം ഇത് എനിക്ക് തന്നു കഴിഞ്ഞിരിക്കുക. അപ്പം ഇതിനെക്കുറിച്ച് എനിക്കിത് ഇത് നന്മ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ നിറവോളമാണ്. ഒരിക്കലും അവിടെയാണ് നമ്മുടെ ഈ കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത്. എപ്പോഴും യു വിൽ ബി കണ്ടന്റ് ഇൻ ലൈഫ്. നമുക്ക് ഏത് അവസ്ഥയിലും നമുക്ക് കണ്ടന്റ്മെന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ബാങ്കിനകത്ത് കോടികൾ ഇങ്ങനെ സ്വരൂപിച്ച് കിടക്കുന്നതല്ല, എൻ്റെ ബെസ്റ്റായിട്ടാണ് നടത്തുന്നത്. കോടികൾ വരുത്തില്ലെന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിൻ്റെ എല്ലാം പ്ലാനും സർപ്ലസാണ്. ഞാൻ ഇന്നലെ അത് പറഞ്ഞു. ഫിനാൻഷ്യൽ കിങ്ഡം ഫിനാൻസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും ഞാൻ എന്താ പറയുന്നത്. സോ അവിടെ എഴുതിയിരിക്കുന്നത് ദ വിസ്ഡം, ദൈവത്തിൻ്റെ വിസ്ഡം ക്രൈസ്റ്റിലാണ്. ആ ക്രൈസ്റ്റ് എൻ്റെ അകത്ത് വരുമ്പോൾ, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വരുമ്പോൾ എനിക്ക് 3 കാര്യത്തെക്കുറിച്ച് ബോധ്യം വരും. നീതിയെക്കുറിച്ച്. അപ്പം നീതി ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ അത്യാവശ്യം. നീതി എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയുടെ അവകാശമാണ്. അതാണ് ഈ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം ത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായി കഴിഞ്ഞിരിക്കുക. വായിച്ചു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അപ്പൊ നോക്കിക്കുക, അതാ സബ്സ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്. എൻ്റെ പകരക്കാരനായി നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ട. പാപം ചുമക്കുമല്ലായിരുന്നു, യേശു പാപമായി തീർന്നു. അല്ലെ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ ആ വചനം ഒന്ന് വായിച്ച്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യമാ വായിക്കുന്നത്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന്, അവനിൽ ക്രിസ്തുവിലായ ഞാൻ ദൈവത്തിന്റെ നീതിയാണ്. ക്രിസ്തുവിലായതുകൊണ്ടാണ് ഞാൻ നീതിമാനായത്. നീതി എന്ന് പറയുന്നത് നേരത്തെ എൻ്റെ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുന്നത് നല്ലതാണ്. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, റിഡംഷൻ, ഈ 3ൻ്റെയും ഫലമാണ് നീതി. നീതി എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിൽ അവനിൽ ഞാൻ നീതിയാകാനായിട്ട് യേശു എനിക്ക് വേണ്ടി പാപമായി തീർന്നു. ഞാൻ ദൈവത്തിൻ്റെ നീതിയാണ്. നല്ല ഒച്ചത്തിൽ എന്ന് പറയണം, ഞാൻ ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പം നീതി എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യം മാത്രമല്ല, ഈ അനുഗ്രഹം മുഴുവൻ എൻ്റേതാന്നുള്ള പ്രാഗൽഭ്യം. ആ പ്രാഗൽഭ്യം എവിടെയാണ് നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ പറയാം. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ, അല്ലെങ്കിൽ എൻ്റെ പകരക്കാരനായി എൻ്റെ ബലഹീനത മുഴുവൻ എടുത്തു ഞാൻ ഇന്ന് ക്രിസ്തുവിൻ്റെ ബലമായി തീർന്നു. ആ മുഴുവൻ സബ്സ്റ്റിറ്റ്യൂഷൻ തലയ്ക്കകത്ത് നമ്മുടെ, അല്ലെങ്കിൽ മനസ്സിനകത്ത്, അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ പരിജ്ഞാനത്താൽ എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലേ? പത്രോസിന്റെ ലേഖനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗിവൺ us all things pertaining to life and godliness through the knowledge of him. Through the knowledge. Faith അല്ല, knowledge. 3-ാമത്തെ വാക്യം വായിച്ചു. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പം മുഴുവൻ നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുക.
എവ്രിതിങ്. എനിക്ക് എന്താണോ ആവശ്യം, ഇന്നത്തെ മാത്രമല്ല, മുന്നോട്ട് വരാൻ പോകുന്ന ആവശ്യം നിങ്ങൾ കരുതി കാണത്തില്ല, കർത്താവ് കരുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നാളത്തെക്കുറിച്ച് വിചാരപ്പെടേണ്ടെന്ന് പറഞ്ഞ ആൾക്ക് അതിനെക്കുറിച്ച്, അതുകൊണ്ടാണ് മുന്നമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അവൻ്റെ ഹിസ്. അപ്പോൾ അവനിൽ ക്രിസ്തുവിലുള്ള വിസ്ഡത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നീതിബോധം, വീണ്ടെടുപ്പ്. ഇനി ദുഷ്ടൻ എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. കാര്യം വീണ്ടെടുത്ത് എന്നെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലോട്ട് മാറ്റി, ദൈവരാജ്യത്തിലോട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്ത്. ഇറ്റ് ഈസ് ഓപ്പറേഷനിലില്ല. ഇതിൻ്റെ ഫെയിലിയർ എവിടെയാണെന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഇത് ഫെയിൽ ആകുന്നത്? പിശാചിൻ്റെ തന്ത്രവും ഇതാ. പിശാചിൻ്റെ തന്ത്രം, ഏദൻ തോട്ടത്തിൽ എന്തായിരുന്നു അവൻ്റെ തന്ത്രം? ദൈവം പറഞ്ഞ വാക്കിനെ മാനിപ്പുലേറ്റ് ചെയ്തു. എന്നെ കേൾക്കുന്നവർ വളരെ ശ്രദ്ധിച്ചും, ബിക്കോസ് യു ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ്. ദൈവത്തിൻ്റെ വാക്ക്, ആദാമിന് അവിടെ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു? തന്നോട് ഒറ്റ വാക്കിനാൽ ഇത് മുഴുവൻ വാണ് നോക്കി കണ്ട് നടത്താനല്ലാതെ, അവിടെ പക്ഷേ ഒരു വാക്ക് പറഞ്ഞു, നോക്കി കണ്ട് നടത്തണം. അതുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, ആർക്കെങ്കിലും സാമ്പത്തികമായ അബണ്ടൻസ് വേണമെങ്കിൽ, ദൈവം തരുന്ന പണം നന്നായി കൈകാര്യം ചെയ്യുന്നവർക്കേ ദൈവം പിന്നെയും കൊടുക്കത്തുള്ളൂ. വളരെ വ്യക്തമാണ്. ഞാൻ ഒറ്റയടിക്ക് നിങ്ങളെ ഇങ്ങനെ പിടിച്ചോ എന്ന് പറഞ്ഞ് തരത്തില്ല ദൈവം. നിങ്ങൾക്ക് അത് അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ ഏറെ കാര്യങ്ങൾ വിചാരപ്പെടുത്തും. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ എപ്പോഴും ഓരോ കാര്യം ഏൽപ്പിക്കും, അതിനെ നോക്കിക്കണ്ട്. അതാണ് ആദാമിനോട് ദൈവം പറഞ്ഞ വാക്ക, ഇതിനെ യു ഷുഡ് ടെൻഡ്, ഇതിനെല്ലാം നോക്കിക്കണ്ട് നടത്തിയാൽ മതി. വാഴുക എന്ന് പറയുമ്പം നോക്കിക്കണ്ട് ബെസ്റ്റായിട്ട് നടത്തണം. പക്ഷേ പിശാച് അവിടെ വന്ന് യേശുവിനോട്, ഹവ്വായോട് പറഞ്ഞത് എന്താ? യേശുവിനോടും ഹവ്വായോടും സെയിം വാക്കുകളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, കൺമോഹം 3 എഫക്റ്റ് ചെയ്യുന്ന, അഥവാ തന്നെ എഫക്റ്റ് ചെയ്യുന്ന 3 കാര്യമാണ്. കണ്ടാൽ നല്ലതായിരുന്നു, ശരീരത്തിൻ്റെ പ്രതാപം, കൺമോഹം, ജഡമോഹം, ശരീരത്തിൻ്റെ പ്രതാപം. ഈ 3 ആയിരുന്നു ഹവ്വായോടും ടെംപ്റ്റ് ചെയ്തത്, യേശുവിനെയും ടെംപ്റ്റ് ചെയ്തത്. രണ്ടും സാത്താൻ എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റാണ്. സാത്താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വർഷങ്ങളായിട്ട് സെയിം. തനിക്ക് ഫോട്ടോസ്റ്റാറ്റ് മെഷീനാണ് ഉള്ളത്, പക്ഷെ ദൈവത്തിന് എപ്പോഴും ഒറിജിനലേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം എപ്പോഴും എക്സൈറ്റിംഗ് ആണ്. കാര്യം പുതിയ ഹീസ് എ ക്രിയേറ്റർ ആൻഡ് സൈറ്റൻ ഈസ് എ റെപ്ലിക്കേറ്റർ. കോപ്പി അടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഫോട്ടോസ്റ്റാറ്റും ഇല്ല, കോപ്പി അടി. വേറെ ഒരാൾ ചെയ്യുമ്പോൾ ഉടനെ അത് എടുത്ത് 10 കോപ്പി അടിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. ഇപ്പം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ഒരു യൗവനക്കാരനോട് സ്ഥിരം പിശാചി പറയുന്ന ഒരു വാക്ക്, അവർ നിങ്ങളെ മുതലെടുക്കുക കേട്ടോ, ഇങ്ങനെയൊന്നും പോരുത്, നീ നിൻ്റെ കാര്യം നോക്കണം. ഈ ഡയലോഗ് വർഷങ്ങളായി തലമുറയായി കൈമാറിക്കൊണ്ട് വരുന്ന ഡയലോഗാണ്. പിശാച് പറയുന്ന എല്ലാം ഇറ്റ്സ് സെയിം. ക്രിയേറ്റിവിറ്റി ഇല്ലല്ലോ, എല്ലാം തീർന്ന് അവിടെ ഇരിക്കുക. ഇനി ഉള്ളവരെയും കൂടെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. സോ അവിടെ വന്നിട്ട് ഹവ്വായോട് പറഞ്ഞത്, വാസ്തവത്തിൽ ദൈവം ഇത് പറഞ്ഞിട്ടുണ്ടോ? കാര്യം ഇത് തിന്നുന്ന നാളിൽ നീ ദൈവത്തെ പോലെ ആകും. അപ്പോൾ വാസ്തവത്തിൽ അവിടെ എന്തിനെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല അവിടെ. ആ കുറവില്ലായ്മയുടെ പുറത്ത് ഇതും കൂടെ ചെയ്താൽ എന്ന് പറയുമ്പോൾ അവിടെ അനുസരണക്കേട്. യു ആർ നോട്ട് വാല്യൂയിങ്. അപ്പോൾ യേശു ക്രൂശിൽ എൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലതും നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെയും ന്യായപ്രമാണത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നിവർത്തീകരണം ആ ക്രൂശിലായിരുന്നു. ആ ക്രൂശിലെ എൻ്റെ പകരക്കാരനായി നിവർത്തിച്ചു. ഇനിയും ഞാനായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ള ബോധ്യമാണ് നീതിവചനം. പ്ലസ് ഇന്ന് പിതാവാം ദൈവത്തിൻ്റെ വലത്ത് അവിടെ കൊണ്ട് അവസാനിക്കായിരുന്നെങ്കിൽ യേശുവിൻ്റെ റോൾ തീർന്നില്ല. യേശു ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂടെ ബോധ്യം വരണം. അത് പരിശുദ്ധാത്മാവിനാലേ നടക്കത്തുള്ളൂ. ഇപ്പം പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ VBSനും അത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ തങ്കുബ്രദർ ഇങ്ങനെ അങ്ങ് കർത്താവിനെ സ്നേഹിക്കുന്നു? എങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ജഡത്തിൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. അതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. സ്നേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ യേശുവിൻ്റെ കൂടെ ഒന്ന് നടന്നു നോക്കിക്കേ.
ഈ എല്ലാവർക്കും സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് കേൾക്കാൻ ഇഷ്ടമാണ്, നല്ലതാ, അതിനുവേണ്ടി വാഞ്ചിക്കുകയും വേണം. പക്ഷേ ദൂതന്മാരെ കാണുന്നതിലും സൂപ്പർ നാച്ചുറൽ എല്ലാ എക്സ്പീരിയൻസിനേക്കാളും ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത് കാണാത്തവനെ സ്നേഹിക്കുക എന്നുള്ളത്. ഈ യേശുവിനെ നമ്മൾ സ്നേഹിക്കുക, ആ സ്നേഹത്തിനകത്ത് നിന്ന് മാനിഫെസ്റ്റ് ചെയ്യും താൻ. ഇന്ന് രാവിലെ റോനക്ക് പറഞ്ഞത് അതായിരുന്നല്ലോ, സ്നേഹിക്കുമ്പോൾ യേശു മാനിഫെസ്റ്റ് ചെയ്യും. ആ സ്നേഹത്തിൻ്റെ കീ എന്താ? പരിശുദ്ധാത്മാവ്. എന്നാൽ പിശാചിൻ്റെ ഇന്നത്തെ തന്ത്രം, ഇന്നും എന്തുകൊണ്ടാണ് യഹൂദന് അത് അന്ധനായിരിക്കുന്നത്? എപ്പോഴും എല്ലാം ദാനമായി തന്നിരിക്കുന്നു, എനിക്ക് എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി, എൻ്റെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതിനെ ഇനി മാനേജ് ചെയ്യാൻ മാത്രം. അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോളജ്. കർത്താവ് ചെയ്തിരിക്കുന്നതും അതെങ്ങനെ മാനേജ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 1 വായിക്കാൻ പോവാണ്. 1 കൊരിന്ത്യർ 1:30 വാക്യം. ഹൗ ടു മാനേജ് വാട്ട് യു ഹാവ് ഓൾറെഡി ഗോട്ട്. വായിച്ചേ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും. ഇപ്പൊ എല്ലാം നോളജ്. അതുകൊണ്ട് ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലും ഇത് തന്നെ എഴുതിയിരിക്കുന്നത്. ഓൾ ദ ട്രഷേഴ്സ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം ഇസ് ഓഫ് ഗോഡ് ദ ഫാദർ ആൻഡ് ക്രൈസ്റ്റ്. ഒന്ന് വായിച്ചാൽ നന്നാണ്. കൊലോസ്യർ 2:2. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വായിച്ചു. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്ത്. ഈ ഒരു വാക്യം, ഈ 2-ാം വാക്യം വേണം ഒരു മാസം പ്രസംഗിക്കാം. പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു നിങ്ങൾ അറിവാൻ ഞാൻ വാഞ്ചിക്കുന്നു. ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും, യേശു ക്രിസ്തുവിലാണ് എന്ത്? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായി. ഇത് വെറുതെ ചില കാര്യങ്ങൾ ഐ വിൽ നോട്ട് സ്പീക്ക്. വൈ? ബിക്കോസ് ദിസ് ഹാസ് ടു, ഇറ്റ്സ് പേഴ്സണൽ റിലേഷൻഷിപ്പിലാണ് വരുന്നത്. ആരെങ്കിലും ഈ ക്രിസ്തു എന്ന് പറയുന്നത് വെളിപ്പാടാണ്. ആൻഡ് ഐ ക്യാൻ ടെൽ യു, റെവലേഷൻ കനോട്ട് ബി ടോട്ട്. ജസ്റ്റ് ലൈക്ക് വിഷൻ, ദർശനവും വെളിപ്പാടും, ഇത് രണ്ടും ആർക്കും ആരെയും പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് പ്രാപിക്കുക ചെയ്യുന്നത്. വിഷൻ കനോട്ട് ബി ടോട്ട്, ഇറ്റ് ഹാസ് ടു ബി കോട്ട്. റെവലേഷൻ കനോട്ട് ബി ടോട്ട്, ഇറ്റ് ഹാസ് ടു ബി റിവീൽഡ് ഓർ ഇറ്റ് ഹാസ് ടു ബി കോട്ട് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇപ്പം പരിശുദ്ധാത്മാവിനില്ലാതെ ഇപ്പം സംഭവിക്കുന്നത്, ഈ പേഴ്സണൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് റെവലേഷൻ നോളജ് വരുന്നത്. അപ്പോൾ റെവലേഷൻ നോളജ് ഉള്ള ആൾ കേട്ട് പ്രസംഗിക്കുന്നവർക്ക് അകത്ത് സാധനമില്ല. അവർക്ക് ദേ ഹാവ് നോട്ട് ഇറ്റ് അകത്തില്ല. അതുകൊണ്ട് പിന്നെ ബുദ്ധിയിൽ അവർ പ്രസംഗിക്കുന്നു. കേട്ട് പ്രസംഗിക്കുക. ആ കേട്ട് പ്രസംഗിക്കുന്നതിനകത്ത് പവർ കാണത്തില്ല. അതിന് കാരണം എന്താ? കേട്ടാ പ്രസംഗിക്കുന്നത്. വ്യക്തിപരമായ അനുഭവം. അതാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇന്നർ ചേംബറിൻ്റെ മെസ്സേജസിൽ എങ്ങോട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളെ രണ്ടുപേര് കേൾക്കുന്നവരും എന്നെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ടു എ ഡീപ്പർ ഇൻറ്റിമസി ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. ഈ ദൈവത്തിൻ്റെ മർമ്മം ക്രിസ്തുവിൽ, അത് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അത് പിടികിട്ടണമെങ്കിൽ, അതുകൊണ്ട് ഈ ലേഖനങ്ങളൊന്നും ഏറ്റവും പവർഫുൾ എന്നാ പറയുന്നത്, ഗ്രേസിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഗ്രേസിൻ്റെ സൂപ്പർ ഫ്ലൂയസ് എക്സ്പീരിയൻസസ് ഇൻ ദ ബുക്ക് ഓഫ് റോമൻസ്. ആ റോമൻസ് ഒന്നും ആരും പ്രസംഗിക്കത്തില്ല. റോമൻസിനകത്ത് ആ ഗ്രേസിൻ്റെ എന്നാ പറയുന്നത് വെള്ളച്ചാട്ടം, നീരുറവകൾ, ജീവിക്കുന്ന ജലത്തിൻ്റെ നദികൾ, ഗ്രേസിനെ കുറിച്ച് പഠിക്കണോ? റോമൻസ് ആണ് അതിൻ്റെ ആധാരം. സോ വി ഡോണ്ട് ടച്ച് ഇറ്റ്. ലേഖനങ്ങളൊക്കെ ആർക്കും വായിക്കണ്ട. വായിക്കാൻ ഇഷ്ടം ഏതാ? പഴയ നിയമം, കഥയൊക്കെ. കോടാലി തല താഴെ പോയതും തീ ഇറക്കിയതും. അതുകൊണ്ടാണ് ഇപ്പോഴും തീ ഇറക്കാൻ ആൾക്കാർക്ക് ധൃതിയാണ്. എൻ്റെ പ്രിയമുള്ള ഒരു തീയും ഇറങ്ങത്തില്ല. ഇന്ന് തീ ഇറക്കി നശിപ്പിക്കുന്ന കർത്താവല്ല. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിനോട് സമരിയ പട്ടണത്തെ തീ ഇറക്കി നമുക്ക് കൊന്നേക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു ശാസിച്ചിട്ട് പറഞ്ഞു, നിന്റെ അകത്ത് ഏത് ആത്മാവാണെന്ന് നീ അറിയത്തില്ല. പിശാചിൻ്റെ തന്ത്രമായി. നൗ ഹിയർ ദാറ്റ്
ആ വാക്യം ഒന്നുകൂടെ ആ വാക്യം ഒരു ദിവസം ഫ്ലൈറ്റിൽ ഐ തിങ്ക് അനിയും എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും സ്വീഡനിലാന്ന് തോന്നുന്നു ഇൻ്റർനാഷണൽ കോൺഫറൻസിന് പോവുക. ആ ഒരു വാക്യം 6 hours ഐ വാസ് ഓഫ്. ആ ഹോൾ ഫ്ലൈറ്റിൽ ഐ വാസ് ക്രൈയിങ് ലിറ്ററലി. കരയായിരുന്നു. കാര്യം ഇൻ ദാറ്റ് വൺ വേർഡ്, ഞാൻ പറഞ്ഞത് ആ വൺ വേർഡ് ഐ ക്യാൻ പ്രീച്ച് ഫോർ മന്ത്സ്. എഫീഷ്യൻ 3:8 പറയാ, ആ ക്രൈസ്റ്റിനകത്ത് അൺസെർച്ചബിൾ റിച്ചസാണ്. ഈ പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് അൺലെസ് യു ടേസ്റ്റ് ഇറ്റ്. ഞാൻ പറയാം, ദർശനവും വെളിപ്പാടും ഇത് രണ്ടും ആർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല, പ്രാപിച്ചെടുക്കേണ്ടതാണ്. അത് വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയില്ല. ആ വചനം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം ഇപ്പം വായിച്ചത്. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിസ്ഡം നോളജിന്റെ ട്രഷർ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായി വെച്ചിരിക്കുക. ഇത് എന്തിനാ ഗുപ്തമായി വെച്ചിരിക്കുന്നതെന്നും കൂടെ പറയാം. ഗുപ്തമായി വെച്ചിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ട് കിട്ടാൻ മാത്രമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഈ പേൾസ് ആർ നോട്ട് ടു ബി പേൾസ്. മുത്തുകൾ പന്നികളുടെ മുമ്പിലല്ല ഇടുന്നത്. അതിനെ വാല്യൂ ചെയ്യുന്നവർ. മുത്ത് പന്നിയുടെ മുമ്പിൽ കിട്ടിയാൽ വല്ലും ഗുണമുണ്ട്, അത് ചവച്ച് അത് കളയും. പക്ഷെ ദൈവവചനത്തെയും ദൈവത്തെയും വില കൽപ്പിക്കുന്നവരുടെ മുമ്പിൽ ഈ മുത്ത് കർത്താവ് വെളിപ്പെടുത്തും. അതുകൊണ്ടാണല്ലോ ഈ അന്വേഷിപ്പീൻ എന്നുള്ള പറയുമ്പോഴും ദൈവരാജ്യത്തിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് യേശു പറയുമ്പോൾ ആ വയലിൽ നിധി കണ്ടെത്തിയ മനുഷ്യനെ പോലെ. ഈ വയലിൻ്റെ മുകളിൽ കൂടെ ഒത്തിരി പേര് നടന്നതാണ്, പക്ഷെ തനിക്ക് മാത്രമേ പിടികിട്ടുള്ളൂ ഇതിനകത്ത് നിധിയുണ്ട്. അതിൻ്റെ അടുത്ത വചനം, തനിക്കുള്ളതിനെ മുഴുവൻ സന്തോഷത്തോടെ വിട്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ ദൈവകാര്യങ്ങളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ആരും ഞാൻ കർത്താവിൻ്റെ വേലയിൽ കഷ്ടപ്പെടുക എന്ന് പറയത്തില്ല. സന്തോഷമായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. പട്ടിണിയാണേലും സന്തോഷമായിരിക്കും. ആരും അറിയത്തില്ല, ഒരു മനുഷ്യനറിയത്തില്ല, അടുത്ത ആൾക്കാർ പോലും പിടി കിട്ടത്തില്ല. ഞാൻ പട്ടിണിക്ക് ദൈവം കിടക്കത്തില്ല. ഞാൻ പറഞ്ഞത് എക്സ്ട്രീം വന്നാൽ പോലും your face will be shining and radiant. കാര്യം എന്താ? You are in a different kingdom which is love and joy. അപ്പം ഈ മിസ്റ്ററി, ദിസ് വിസ്ഡം ആണ് അവിടെ എഴുതിയിരിക്കുകയാണ്. ക്രിസ്തുവിൽ 1 കൊരിന്ത്യർ പറയാണ്, ഒന്നുകൂടെ ആ വാക്യം വായിക്കാൻ പോകാം. ഞാൻ പിന്നെയും വായിക്കുന്നത്, ഇതൊരു ആണിക്കല്ല അല്ലെങ്കിൽ മൂലക്കല്ല എന്ന് പറയാം. ഇറ്റ്സ് വൺ ഓഫ് ദ ഫൗണ്ടേഷണൽ സ്റ്റോൺസ്. ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്നർ ചേംബറിനകത്ത് ആ എക്സ്പീരിയൻസസിനകത്ത് യു വോണ്ട് ചെറിഷ് ഇറ്റ്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഇതിനെ ചെറിഷ് ചെയ്യുന്നവർക്ക് കർത്താവ് പിന്നെയും വീട്ടിലുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ വലിയ വിഭവ സമൃദ്ധിയായ ഒരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. ആ ഭക്ഷണം ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ അവരെല്ലാവരും കൂടെ വന്ന് രാവിലെ മുതൽ ഗസ്റ്റ് വരുന്നു കഴിഞ്ഞാൽ അന്ന് അനിയെ കാണാൻ കിട്ടത്തില്ല. മുഴുവൻ അടുക്കളയിൽ ഇങ്ങനെ പ്രിപ്പറേഷൻ ആയിരിക്കും. എനിക്ക് ടെൻഷനാണ്. ഈ മുഴുവൻ തൃപ്തരായി അവർ പോകുന്ന വരെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാർത്ത സിൻഡ്രോം എന്നൊക്കെ പറയാം. ഗസ്റ്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അവർക്ക് കൊടുക്കാൻ. സോ രാവിലെ മുതൽ എന്തൊക്കെ ഐറ്റം, ഈ ഐറ്റം കൂടെ വെക്കാം, ഈ ഐറ്റം എല്ലാം കൂടെ വന്ന് മേശയിൽ നല്ലപോലെ വെച്ചിരിക്കുമ്പോൾ വരുന്നവരെല്ലാം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഞങ്ങൾ ഉപവാസമായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇത്രയും രാവിലെ. അതേ സമയത്ത് കുറച്ചുകൂടി എന്ന് പറയുമ്പോൾ ആൾക്കാർ ബെസ്റ്റാണ്, ഇനി ഇട്ടോ. അപ്പം വിളമ്പാൻ തന്നെ ഒരു സന്തോഷം. ഉണ്ടാക്കിയ ആൾക്ക് പ്ലേറ്റ് കാലിയായി, ഉണ്ടാക്കിയത് മുഴുവൻ കാലിയാക്കി തീർത്തിച്ച് പോകുന്നത് കാണുമ്പോഴാണ് ഒരു തൃപ്തിയാകുന്ന അധ്വാനിച്ചതിൻ്റെ ഫലമായി. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ തൃപ്തി എവിടെയാണെന്ന് പറയാം. ദാഹിക്കുന്നവർ എൻ്റെ അടുക്ക് വരട്ടെ. തൻ്റെ ക്രൂശ് മരണത്തെ യെശയ്യാ 53 പറയാം, തൻ്റെ പ്രവൃത്തിയുടെ ഫലം കണ്ടവൻ തൃപ്തിയാകുന്നു എന്ന്. ക്രൂശിൽ മരിച്ചതിൻ്റെ റിസൾട്ട്, നീതി ബോധത്തോടെ ആൾക്കാർ നടക്കുന്നത് കാണുമ്പോൾ യേശുവിന് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ ധൈര്യം കാണുന്നത് യേശുവിന് വലിയ സന്തോഷം, ടെൻഷൻ അടിക്കുന്നതല്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ? ഒന്നുകൂടെ വാക്യം വായിക്കാൻ പോവാം. അവനിലല്ലോ അല്ല നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ക്രിസ്തു യേശുവിൽ നിങ്ങൾ
ഇരിക്കുന്നു എന്നുള്ള പദം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റെസ്റ്റ് എന്നാണ്. ക്രിസ്തുവിൽ നിങ്ങൾ നിൽക്കുന്നു എന്നല്ല, ക്രിസ്തു യേശുവിൽ നിങ്ങൾ ഇരിക്കുന്നു എന്ന് പറയുന്നത് റെസ്റ്റിംഗ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളിൽ അവൻ ഇരിക്കും എന്ന് പദം ഉപയോഗിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ പെർമനൻറ്റ്, ഹീസ് ഗോയിങ് ടു കം ആൻഡ് സ്റ്റേ വിത്ത് യു. അവനിൽ ഇരിക്കുന്നു. ആ ഇരിക്കുന്ന ആ റെസ്റ്റ് എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ സ്വസ്ഥത. ഇവൻ ടെൻഷൻ അടിക്കത്തില്ലെന്ന് ചോദിച്ചാൽ, ഇപ്പം സ്വാഭാവികമായ ചിലപ്പം കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പോലും ചില കാര്യങ്ങൾ, പിള്ളേർ ലേറ്റ് ആകുന്നു, അവരെവിടെയാണ്, ഞാൻ ഉടനെ വിളിക്കും, എന്ത് ചെയ്യും, എവിടെയാണ്, ആ കാര്യമല്ല പറയുന്നത്. ഇത് വേണ്ടാത്ത കാര്യത്തിനൊക്കെ ചുമ്മാ കയറി, ചിലരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ടെൻഷൻ അടിക്കുക എന്നുള്ളത്. അവർക്ക് നല്ല രസമാണ്. തോമസ് ബ്രദർ എപ്പോഴും പറയും, ടെൻഷൻ അടിക്കണമെങ്കിൽ ടെൻഷൻ അടിക്കാനുള്ള ചില കാര്യങ്ങൾ പറയാം. ഈ ഭൂമി പോകുന്ന അതിൻ്റെ ട്രാക്ക് വിറ്റാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ട്രാക്ക് അല്പം വിട്ടുവോ ഒരു സെക്കൻഡ് നിൽക്കുകയോ ചെയ്താൽ മാസ് കൊലിഷൻ ഉണ്ടാകും. അതിനെക്കുറിച്ച് വല്ലവരും നോക്കുന്നുണ്ടോ? ടെൻഷൻ അടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സോ ക്രിസ്തുവിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനം, സന്തോഷം. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും. വചനം മുഴുവൻ ഒന്നുകൂടെ വായിക്കാം. നിങ്ങളോ അവനാൽ പിതാവിനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ഇതിന്റെ എല്ലാ ഓഥർ ആരാന്ന് അർത്ഥം? പിതാവാം ദൈവമാണ്. നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ആരാ വിടുവിച്ചത്? പിതാവാം ദൈവം. വില കൊടുത്തത് ആരാ? ക്രിസ്തുവാണ്. സംശയമുണ്ടോ? അനി അവിടെ ഒരു വിരൽ വെച്ചിട്ട് നേരെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് വെച്ചെന്നേ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 12 മുതൽ വായിച്ചു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശമാണ് ഈ പറയുന്ന ഓരോ കാര്യം. ഒത്തിരി അവകാശങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. വായിച്ചു. വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി, നമ്മളെ യോഗ്യരാക്കി. മെയ്ഡ് അസ് അക്സെപ്റ്റഡ്. ഇന്ന് നിങ്ങൾ അക്സെപ്റ്റൻസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്തായിരിക്കും? കർത്താവ് ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി. കൊള്ളാമല്ലോ റോഷന എന്ന ഇനിമോൾ ട്രാൻസ്ലേഷൻ ചെയ്യാനിരുന്നല്ലോ. ദൈവം എന്നെ ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട. ക്രിസ്തുവിൽ നമ്മളെ കർത്താവ് അംഗീകരിച്ചിരിക്കുക. ആ ഒരു ബോധം. വായിച്ചോ. 13-ാം വാക്യം വായിച്ചോ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ. പിതാവാണ് ഇതിന്റെ മുഴുവൻ ഓഥർ. ഹീസ് ദ വൺ. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരോടാ? പിതാവിനോടാ പ്രാർത്ഥിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം യേശുവിലാണ് ഇതിൻ്റെ ഫുൾ കൺഫർമേഷൻ. അതല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റഡ് ആയിരിക്കുന്ന യേശുവിൻ്റെ. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ രോഗം സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ നാമത്തിൻ്റെ പവർ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് ഞാൻ വായിലൂടെ ഉച്ചരിക്കുമ്പോൾ എന്താ? എൻ്റെ മനസ്സിൽ ഈ രോഗം ക്രൂശിൽ യേശു എടുത്തത് കണ്ടുകൊണ്ട് വേണം ആ നാമം ഉപയോഗിക്കാൻ. യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ നിവർത്തിച്ചതായ മുഴുവൻ കാര്യങ്ങൾ ആ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ യു ആർ റിഫ്ലക്റ്റിംഗ് ഓൺ ദ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്. ആ പവർഫുൾ. അതുകൊണ്ട് നമ്മൾ ഈ ചെറുപ്പം മുതൽ ഈ പ്രാർത്ഥനയുടെ അവസാനം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് ഈ പ്രാർത്ഥന കേൾക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ഒരു വാക്കായിട്ടാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ യേശുവിൻ്റെ നാമത്തിൽ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇറ്റ് ഈസ് വാട്ട് ഓൾ ഗോഡ് അക്കംപ്ലിഷ്ഡ്. ഈ പ്രാർത്ഥിച്ച മുഴുവൻ വിഷയങ്ങളും ക്രിസ്തു യേശുവിൽ ഇത് ക്രൂശിൽ നിവർത്തിച്ച ആ നാമത്തിൽ തന്നെ. അപ്പം പിതാവാം ദൈവമോ. അപ്പോൾ അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിച്ചത്. അവൻ നമ്മെ വായിച്ചു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് മുഴുവൻ വായിക്കണം. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ കൊണ്ട് ഇരുത്തിരിക്കുക. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന്, യേശു നമുക്ക് ദൈവത്തിൽ നിന്ന്
ജ്ഞാനവും. നീതിയും. അപ്പം ജ്ഞാനം കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഉണ്ട്. ഇന്നലെ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഹൈഫൻ. ചിലർ എന്നോട് ചോദിച്ചു ഏത് ബൈബിളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കിങ് ജെയിംസ് വെർഷനാണ് ഉപയോഗിക്കുന്നത്. കിങ് ജെയിംസ് വെർഷൻ ഇസ് വൺ ഓഫ് ദ നിയറസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയാം. ന്യൂ കിങ് ജെയിംസ് വെർഷൻ. അതിൻ്റെ കാരണം ന്യൂ കിങ് ജെയിംസ് വെർഷനകത്ത് എൻ്റെ ഡിഫറൻസ് ഞാൻ പറയാം. NIV-യും ബാക്കി പല ട്രാൻസ്ലേഷൻസ്, ഞാൻ ഏത് ബൈബിൾ എടുത്താലും 2 വചനം അതിനകത്തുനിന്ന് എടുത്ത് വായിക്കും. 2 വചനം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിനകത്ത് ആ വചനം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഞാനത് എടുക്കാൻ കാരണം ഒന്ന്, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം അനിയൊന്ന് വായിക്കും. അത് കഴിഞ്ഞ് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ച്, തൻ്റെ പുത്രനെ റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായം 32 വായിച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക്. അപ്പൊ ഞാനൊരു ബൈബിൾ വാങ്ങിക്കാൻ പോവുക. ആദ്യം ഞാൻ എടുത്ത് വായിക്കുന്ന ഈ വചനമായിരിക്കും. അപ്പം ന്യൂ കിങ് ജെയിംസ് വെർഷൻ, ഇപ്പം മലയാളം വായിച്ചത് NIV-ക്കകത്തുനിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഒമിഷൻ വന്നിരിക്കുന്നത്. ഒരു വാക്ക് അവിടെ ഒമിറ്റ് ചെയ്തു. ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. He who did not spare his own son, but delivered him from us all, how shall he not with him also freely give us all things? തൻ്റെ അനി വായിച്ചേ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് സൗജന്യമായി നൽകാതിരിക്കുമോ? സൗജന്യം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുക. ഫ്രീലി. തന്നെ ഷാജി അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രീലി ഗിവ്. ഫ്രീലി എന്നുള്ള പദം എന്ത് ഇമ്പോർട്ടൻ്റാ, അത് മിസ്സിങ്ങാ. അത് NJKV-ക്കകത്ത് അതുപോലെ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചേ. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നതെന്ന്. പരിശുദ്ധാത്മാവ് 1 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, വായിച്ചേ. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അല്ലേ. ഇവിടെ നോക്കിക്കേ. Now we have received not the spirit of the world, but the Spirit who is from God, that we might know the things that have been freely given to us by God. Freely, സൗജന്യമായി. ആ സൗജന്യം എന്ന് പറയുന്ന വാക്ക് വിട്ടുപോയാൽ ഈ ഗോസ്പലിൻ്റെ മുഴുവൻ എസൻസും പോയി. ഞാൻ ഉദാഹരണത്തിന് ഈ പെന്ന് ഞാൻ നിങ്ങൾക്ക് തരുക. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ മഗ് വാങ്ങിച്ചപ്പം ഈ പെന്നൂടെ ഞാൻ തരുക എന്ന് പറയുക. പക്ഷെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. 1 വർഷത്തിന് ശേഷം എനിക്ക് നിങ്ങളോട് പറയാം, അതെ അന്ന് ആ പെന്ന് തന്നില്ല, അതിൻ്റെ പെന്നിൻ്റെ പൈസ തന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയാം, അത് അന്ന് മഗ് വാങ്ങിച്ചപ്പം ഇതുകൂടെ വന്നതാ. അതെ, പക്ഷെ അത് ബില്ല് ചെയ്യാൻ മറന്നുപോയി. എന്തും നിങ്ങൾക്ക് പറയാം ആ കൂട്ടത്തിൽ. എന്നാൽ ഞാൻ പറയുന്നത് ഫ്രീ ആന്ന് പറഞ്ഞാൽ ആയുഷ്കാലം ഇനി ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ കൂടെ എല്ലാം ഫ്രീ എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും, സ്വർഗത്തിൻ്റെ എല്ലാം ഡിമാൻഡ്സും പോയി. യേശുവിൻ്റെ കൂടെ എനിക്ക് ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലവും. അപ്പം ക്രൈസ്റ്റിനകത്തായി ഈ നോളജ് ഇരിക്കുന്നത്, ഈ വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗിക്കാനായിട്ടുള്ള അറിവ്. നോളജ് എന്താ? അറിവ്. വിസ്ഡം ആ കിട്ടിയത് എങ്ങനെ ഉപയോഗിക്കാം. ഞാൻ പറയാം, നമ്മൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എന്താ, നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുക അല്ലേ. അവർ പുസ്തകങ്ങൾ വായിച്ച് എല്ലാം ട്രെയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യനെയും ട്രെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് യേശു ആ ട്രെയിൻ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്? ക്രിസ്തുവിൻ്റെ വചനത്തിലാണ്. അതാണ് യോഹന്നാൻ 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ യേശു പറയാം, മൈ വേർഡ്സ് ആർ സ്പിരിറ്റ്
അപ്പം എൻ്റെ ഇന്നർ മാൻ, എൻ്റെ സ്പിരിറ്റ് മാനിനെ ട്രെയിൻ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ വചനത്തിലാണ്. ക്രിസ്തുവിൻ്റെ വചനം എവിടെയാണ് ഇരിക്കുന്നത്? ലേഖനങ്ങളല്ല ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പം സുവിശേഷത്തിൽ അതൊന്നും ഇല്ലേ? ഞാൻ പറഞ്ഞു തരാം. അതൊന്ന് വായിക്കട്ടെ. 6:63 ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. സോ എൻ്റെ സ്പിരിറ്റിനെ ദ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. നൗ അല്ലാത്ത വചനങ്ങളെല്ലാം ഭയങ്കര ഫ്ലഷിന് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിൽ തന്നെ നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഫ്ലഷിന് നല്ലതാണ്. നീ വാലല്ല തലയാകും. ഭയങ്കര കാര്യം എന്താ? അപ്പോഴേ എൻ്റെ മനസ്സിന് അപ്പീലിങ്ങാണ്, ജഡത്തിനാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനം നേരെ തിരിച്ചാണ്. അത് സ്പിരിറ്റിനെ ഹിറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തെ മനുഷ്യനെ, അകത്തുനിന്ന് തീ പുറത്തോട്ട് ആളി കത്തുക. ഇപ്പോൾ ഇത് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത കത്തലുണ്ടാകുന്നത്. അകത്തെ മനുഷ്യൻ കത്തുക. ഇറ്റ് ഈസ് ദ ഫ്യൂവൽ ടു ദ ഇന്നർ മാൻ. അകത്തെ മനുഷ്യൻ്റെ ഭക്ഷണമാണ് ക്രിസ്തുവിൻ്റെ വചനം. അതുകൊണ്ടാണ് യേശു 4 സുവിശേഷത്തിലും പറയുമ്പോൾ യേശു പറയുന്നത്, ഇത് എൻ്റെ വചനമല്ല, പിതാവാം ദൈവത്തിൻ്റെ വചനം. ദിസ് ഈസ് ദ വേർഡ്സ് ദാറ്റ് ദ ഫാദർ ഇസ് സ്പീക്കിംഗ്. ദിസ് ഈസ് നോട്ട് മൈ വേർഡ്സ്. എന്നാൽ ലൂക്കോസ് സുവിശേഷത്തിൽ, യോഹന്നാൻ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയാം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എന്നിൽ നിന്നും, ആ വാക്യം ഒന്ന് വായിച്ചോ, 16:13. കാര്യം യേശുവിൻ്റെ സുവിശേഷത്തിൽ മുഴുവൻ, സുവിശേഷങ്ങളിൽ മനസ്സിലാകുന്നുണ്ടോ, ക്രൈസ്റ്റ് റെവലേഷൻ ഇല്ല. നൗ ഹി ഈസ് സ്പീക്കിംഗ്. 16:13 മുതൽ വായിച്ചു. 2 യജമാനന്മാരെ, യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13. സോ മാനസാന്തരം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അകത്തുനിന്ന് പുറത്തോട്ടാണ് ഉണ്ടാകുന്നത്. 2 ഇംഗ്ലീഷ് വാക്കുണ്ട്. ജോയ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ഹാപ്പിനെസ് എവിടെയാണ്? പുറത്തുനിന്ന് അകത്തോട്ടാണ്. ഐ ആം ഹാപ്പി. എന്തിനാ? പൈസ കിട്ടി. ജോയ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. എവിടുന്നാണ് തുടങ്ങുന്നത്? അകത്തുനിന്ന് വെളിയിലോട്ട് വരുമോ. അതുകൊണ്ടാണ് അത് സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ടതല്ല. പീസ് എവിടുന്ന? അകത്തുനിന്ന് വെളിയിൽ കൊണ്ടാണ്. യേശു പറയുന്നത്, ഞാൻ എൻ്റെ സമാധാനം തരും. അതുകൊണ്ട് സാഹചര്യങ്ങളോ വികാരങ്ങളോ നമ്മളെ നടത്തേണ്ടത് അകത്തുനിന്ന് പുറത്തുനിന്ന്. സ്പിരിറ്റ് മാൻ വേണം നാച്ചുറൽ മാൻ്റെ പുറത്ത് കർത്തൃത്വം നടത്തേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അകത്തെ മനുഷ്യൻ വേണം ഡയറക്ഷൻ കൊടുക്കാൻ. എങ്ങോട്ട് പോകണം? പുറമേയുള്ള മനുഷ്യൻ ഇമോഷൻസിലാണ്, സാഹചര്യങ്ങളും ഇമോഷൻസിലാണ് നടക്കുന്നത്. ആ വായിച്ച് ഇനി 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷയിൽ യേശു പറഞ്ഞൊരു വാക്ക്, ഞാൻ സ്വയമായി സംസാരിക്കുന്നില്ല, പിതാവിൽ നിന്നും ഞാൻ കേൾക്കുന്നതാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. യേശു പറഞ്ഞ വാക്ക. ദിസ് വേർഡ്സ് ആർ നോട്ട് മൈൻ. വാട്ട് എവർ ഐ ഹിയർ ഫ്രം ദ ഫാദർ ഐ എം സ്പീക്കിംഗ്. യേശു പറയാ, ഇനി പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് സ്വയമേ സംസാരിക്കത്തില്ല, എന്നോട് സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പം യേശുക്രിസ്തുവിന്റെ സെന്റേർഡ് മിനിസ്ട്രി, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ജീസസ് ഹു ഈസ് ഗോയിങ് ടു ബി ഗ്ലോറിഫൈഡ്, ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നാ വന്നേ? അപ്പോസ്തല പ്രവൃത്തിയിൽ പെന്തക്കോസ്ത് നാളിലാ വന്നേ. അതിന് ശേഷം എഴുതിയ ഈ വചനം ക്രൈസ്റ്റിൻ്റെയാ. അത് വായിക്കുമ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും പുറമെ, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ പോയാലോ അകത്തുനിന്ന് കത്താൻ തുടങ്ങും. ഇറ്റ് വിൽ ബി ഫയർ ഫ്രം വിതിൻ. അപ്പം അതാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൽ നിങ്ങൾ ഇരുത്തിയിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ അകത്തെ വിസ്ഡം, പരിജ്ഞാനം, വിസ്ഡം ആണ് നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്. ഇത് മൂന്നും ആണ് ഫൗണ്ടേഷൻ. അതാ ഫൗണ്ടേഷൻ. അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം. നീതിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗോഡ് അക്സെപ്റ്റ്സ് മീ ആസ് ഐ ആം.
വിശ്വാസം നിമിത്തം അബ്രഹാമിന് നീതി കണക്കിടപ്പെട്ടു, ഇംപ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നീ നീതിമാനാണെന്ന് ദൈവം ഡിക്ലെയർ ചെയ്തതേ ഉള്ളൂ. പക്ഷേ ക്രിസ്തുവിൽ ഞാൻ നീതിമാനായി തീർന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അബ്രഹാമിന് ഒരു ഉടുപ്പിടിപ്പിക്കുന്ന നീതി വസ്ത്രം ഉടുപ്പിക്കുകയായിരുന്നു. അതാ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, നീതി വസ്ത്രം ഉടുപ്പിച്ചു. പക്ഷെ നിങ്ങളെയും എന്നെയും ഈ തൊലി പോലെ നീതി ആക്കി. ഇനി ഇത് ഉരിയാൻ പറ്റത്തില്ല. ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുക. ഈ നീതി വരേണ്ടത്, ഈ നീതിയെക്കുറിച്ച് എന്ത് വരണം? നോളജും വിസ്ഡവും രണ്ടും വരണം. അതുകൊണ്ട് ജ്ഞാനവും പരിജ്ഞാനവും രണ്ട് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തു യേശുവിൻ്റെ ക്രൂശിൽ നടന്നത് പരിശുദ്ധാത്മാവ്, ഇത് കഴിഞ്ഞ് നടന്നത് എന്താണെന്ന് പരിശുദ്ധാത്മാവിന് മാത്രമേ വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവല്ലാതെ ഇതെല്ലാം ഭോഷത്വം ആൾക്കാർക്ക്. പരിശുദ്ധാത്മാവ്, അതുകൊണ്ട് ഈ 1 കൊരിന്ത്യർ 2:12 ഫ്രീലി കർത്താവ് തന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? 1 കൊരിന്ത്യർ 2:12 ഒന്നുകൂടെ വായിച്ചേ. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്ര തന്നിരിക്കുന്നത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. 12ാമത്തെ വാക്യം 12 ഒന്നുകൂടെ വായിച്ചേ. ദൈവം നമുക്ക് സൗജന്യമായി തന്നത്. അതിന്റെ 16 വായിച്ചേ. എന്നാൽ കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ തന്നെ. 14 ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 14:16 ഫോർ എ നാച്ചുറൽ മാൻ ഇറ്റ് ഈസ് ഫൂളിഷ്നെസ്. എന്നാൽ പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വ. കാര്യം എന്താ? ഇതിനകത്ത് ഇന്റലക്റ്റിനകത്ത് ഇത് പിടികിട്ടുന്നില്ല. സാധാരണ കാര്യങ്ങൾ ക്രൂശിന് ശേഷം നടന്നത് ബുദ്ധിക്ക് അപ്പുറമാണ്. അത് ബുദ്ധിക്കപ്പുറമായതുകൊണ്ട് അത് വെളിപ്പെടണം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, ഇറ്റ് ഹാസ് ബീൻ റിവീൽഡ് ടു മീ എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് പല സ്ഥലത്തും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കത് വെളിപ്പെട്ടു. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയുന്ന ഈ ദിവസങ്ങളുടെ ഈ ഓരോ മെസ്സേജസും പിന്നെയും കേൾക്കണം. എന്നിട്ട് ഒറ്റയ്ക്ക് അവിടെ പോയി ഇരിക്കണം. ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പറയുന്നത് കർത്താവുമായിട്ട് ഒറ്റയ്ക്ക് സമയം എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറയണം, എനിക്കിതൊന്ന് പഠിപ്പിച്ചതാ, എനിക്കിതൊന്ന് എന്നിലും ആ ക്രിസ്തു ഒന്ന് വെളിപ്പെട്ടു വരട്ടെ. ഞാൻ പറയാം, യു ആർ പീപ്പിൾ ഹു ആർ നോട്ട് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ഒത്തിരി പേര് ദുഃഖിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷ പിശാചിൻ്റെ ഭാഷയാണ്. പരിശുദ്ധാത്മാവൊന്നുമില്ല, ഈ തുള്ളലും ചാടലും വെറുതെയാ എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അങ്ങ് ദുഃഖിപ്പിക്കുക. എന്നിട്ട് പിന്നെ അവർ പറയുന്നത് എന്നാൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വളരെ ജെന്റലാണ്. യേശു വളരെ ജെന്റലാണ്. ഒരിക്കലും വിമർശിക്കുന്നവൻ്റെ അവിടെ വന്നിരിക്കത്തില്ല. അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ മാത്രമേ യേശു വരുത്തുള്ളൂ. വളരെ ഉറപ്പിച്ച് ഞാൻ പറയാം. കർത്താവിന് കൊടുക്കുന്ന മാന്യതയും കർത്താവിന് കൊടുക്കുന്ന അംഗീകാരം ഉള്ളിടത്ത് മാത്രമേ കർത്താവ് വരുത്തുള്ളൂ. കർത്താവ് ഒരിക്കലും വന്ന് പ്രൂവ് ചെയ്യത്തില്ല. ഈ സൗഖ്യങ്ങളൊക്കെ നടക്കുന്നത് കർത്താവ് ദൈവമാണെന്ന് പ്രൂവ് ചെയ്യാനല്ല, തൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന എവിടെയാണെന്ന് ഞാൻ പറയാം, അംഗീകരിക്കുന്നിടത്ത് മാത്രമാണ്. അതുകൊണ്ട് ഈ അന്ധന്മാർ യേശുവിൻ്റെ അടുക്കൽ സൗഖ്യത്തിന് വേണ്ടി മത്തായി സുവിശേഷത്തിൽ വന്നപ്പം യേശു ആദ്യമേ ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എനിക്ക് സൗഖ്യമാക്കാൻ പറ്റുമെന്ന്? ഉടനെ അവർ പറഞ്ഞു, വിശ്വസിക്കാം. അപ്പം സൗഖ്യമായി. വെനെവർ യു ഓണർ ഹിം, ആ ഓണറിങ്ങിനകത്ത് നിന്നാണ് ബിലീഫ് വരുന്നത്, ഫെയ്ത്ത് വരുന്നത്. ദർ ഇസ് നോ അതർ വേ. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ ഒത്തിരി നേരം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സഹോദരനെയും നമ്മൾ അംഗീകരിക്കും. നമ്മൾ ഒന്നിച്ച് ഒരു സ്ഥലത്തിരിക്കുമ്പം അതുകൊണ്ട് 2 പേർ 2-3 പേർ എൻ്റെ നാമത്തിൽ ഉള്ളിടത്ത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വചനം അതുപോലെ പറയരുത്. അതിൻ്റെ മുകളിൽ ഒരു വാക്യം കൂടെ എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷം ഒന്ന് വായിച്ച്. മത്തായി സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം പറയുന്നത്. 2-3 പേരുള്ളിടത്ത് സാന്നിധ്യം ഇറങ്ങത്തില്ല. അതുകൊണ്ട് ഈ ടൈം അലോൺ ഭയങ്കര പ്രശസ്തമായ പ്രഷ്യസ് ടൈമാണ്. ഇറ്റ് ഈസ് ഇൻ ദ ഇന്നർ ചേംബർ വേർ യു ആർ അലോൺ. യുവർ മൈൻഡ് ഇസ് സെറ്റ് ഫോർ ഹിം.
ഒത്തിരി പേരുടെ കൂടെയല്ല. ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പേരുകൾ അറിയാമല്ലോ, ഒറ്റയ്ക്കാന്ന്. ടൈം അലോൺ വിത്ത് ഗോഡ് വായിച്ചു. മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം മുതൽ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങൾ നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും പ്രാർത്ഥിക്കുന്ന ഏത് കാര്യത്തിനും ഐക്യമെത്തിയപ്പെട്ടാൽ നോക്ക, ഐക്യമെത്തിയപ്പെട്ടാൽ ആ വാക്ക് ശ്രദ്ധിച്ചോണം. വൺ മൈൻഡ് ആണെങ്കിൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിന്ന് അവർക്ക് ലഭിക്കും. നമ്മൾ വീണ്ടും മലയാളം ബൈബിളിൽ ഒരു പ്രധാനപ്പെട്ട വാക്ക് വിട്ടുപോയി. റോഷൻ ഒന്ന് വായിച്ചേ, മത്തായി സുവിശേഷം ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നേ. ബൗണ്ട് ഇൻ ഹെവൻ, വാട്ട് എവർ യു ലൂസ് ഓൺ എർത്ത് ലൂസ് ഇൻ ഹെവൻ. പിന്നെ that if two of you agree on anything, agreement, that they ask, it will be done for them by my Father in heaven. For കണ്ടോ, ഒരു വാക്ക് മിസ്സായി പോയി. ഫോർ, FOR, ഫോർ എന്ന് പറഞ്ഞ അർത്ഥം therefore എന്നാ. ആകയാൽ, മലയാളം ബൈബിളിലില്ല. ആകയാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാനുണ്ട്. ആകയാലിൻ്റെ അർത്ഥം എന്താ? മോളിൽ ഐക്യമെത്തിപ്പെടുത്തുന്നിടത്ത്. ഒരു 5-10 പേർ ഒന്നിച്ചിരിക്കുന്നിടത്ത് ഒരാളുടെ മനസ്സ് കഠിനവും ഇതെല്ലാം ഷോയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ചിലരെ കാണാൻ പറ്റില്ല. ഭയങ്കര ആത്മാവ്. അവർ ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ അവർ നിലത്തൊക്കെ കടന്ന് ഉരുണ്ട് ഭയങ്കര ഇരിക്കുക. പക്ഷേ ഒന്നിച്ചിരിക്കുമ്പോൾ മറ്റൊരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ ഹൃദയത്തിൽ, പിന്നെ ഇതൊക്കെ കാണും ചുമ്മാ ഷോ അല്ല, ഈ കരച്ചിൽ ഷോയാ, അന്യഭാഷയിലെ ഷോയാ, ഞാൻ മാത്രം ആത്മീയന, സ്വയം നീതി, അങ്ങോട്ടാണ് ഞാൻ വരുന്നത്. യേശു അവിടെ വരത്തില്ല. ആ മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നവരെ യേശു അവിടെ വരത്തില്ല. He is there where he is appreciated. He is there where he is valued. He is there where you honor him. ദൈവമായത്, സർവശക്തനായ ദൈവം. കളിത്തമാശല്ല. ഈ പുസ്തകം കളിത്തമാശായിട്ട് എടുക്കരുത് ആരും. രക്ഷ കളിത്തമാശ ആക്കരുത്. വളരെ ഗൗരവത്തോടെ ഇത് നിത്യത വരെ പോകുന്ന പദ്ധതിയാണ്. പരിശുദ്ധാത്മാവിനെ ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിരന്തരമായി എൻ്റെ വായിന്ന് കേട്ട ഒരു വാക്ക് ശ്രദ്ധിച്ച് കാണുമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ മേലെ മിണ്ടാതിരിക്കാൻ നല്ല. എന്തിനാ കമൻ്റ് അടിക്കുന്നേ? മുരടിച്ചു പോവും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പം ആ മുരടിപ്പി എന്ന് പറഞ്ഞാൽ ജീവനില്ലാതെ ആയിപ്പോവും. പിന്നെ ജീവിക്കാം, അത്രയേ ഉള്ളൂ. ജീവിക്കാം, സ്വർഗത്തിലും ചെല്ലും. പക്ഷെ ഇവിടെ ഈ ഭൂമിയിൽ വെച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടായിരുന്നു, അത് മിസ്സൗട്ടായി. ചിലർക്ക് പകുതി അനുഗ്രഹമായി കഴിയുമ്പോൾ എന്തൊക്കെ ആയോ എന്നൊരു തോന്നലുണ്ട്. ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല. നെവർ ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ വായിലെ വാക്കാണ്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം, ലെറ്റ് നോ കറപ്റ്റ് വേർഡ് പ്രൊസീഡ് ഔട്ട് ഓഫ് യുവർ മൗത്ത്. ഒരു വാക്കും കറപ്റ്റ് വേർഡ് 4:29 വായിച്ച് അനി. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനവയ്ക്കായി നല്ല വാക്ക് അല്ലാതെ, നല്ല വാക്ക് എന്നുള്ളത് ഇവിടെ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ലെറ്റ് നോ കറപ്റ്റ് വേർഡ്, അങ്ങനെയല്ലേ റോഷന? എന്താ എഴുതിയിരിക്കുന്നത്? ലെറ്റ് നോ കറപ്റ്റ് വേർഡ് പ്രൊസീഡ് ഔട്ട് ഓഫ് യുവർ മൗത്ത്. ലെറ്റ് നോ കറപ്റ്റ് എന്ന് പറഞ്ഞാൽ കറപ്ഷൻ, ദ്രവത്വം കൊണ്ടിരുന്നത്. എന്നിട്ട് അതിന്റെ അടുത്ത വാക്ക് എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പ്രിയമുള്ളവർ, ഞാൻ വീണ്ടും പറയാം, നമ്മളെ പിശാചിന്റെ കെണിയാണ് ഇതൊക്കെ. നമ്മുടെ കൺമുമ്പിൽ ഇട്ടുകൊണ്ട് തരും. നമ്മൾ എന്നിട്ട് പറയും ഇതൊക്കെ അഭിനയം, ഇതൊക്കെ ചുമ്മാ ഷോയാ, ഇതൊക്കെ. നമ്മൾ ആരാ വിധിക്കാൻ? ആരെയാ നമ്മൾ വിധിക്കുന്നേ? പരിശുദ്ധാത്മാവിനെയോ ദൈവത്തിൻ്റെ പ്രവൃത്തിയെയോ? അന്യഭാഷ നിന്നുപോയി, പിശാചിൻ്റെ ഭാഷയാണ് ഇപ്പം. ഹേയ്, ഹൂ മേഡ് യു ജഡ്ജ്? ഹൂ മേഡ് യു ജഡ്ജ്? പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം അറിയാൻ മേലെ മിണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഐ അപ്രിഷിയേറ്റ്. ഞാൻ വീണ്ടും 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 ആവർത്തിച്ച് പറയാം, 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാനുണ്ട്. ഇല്ല,
ഒരൊറ്റ മനസ്സോടെ നിൽക്കുന്നിടത്തെ കർത്താവ് വരുത്തുള്ളൂ. ദൂതന്മാർ പോലും, ഇന്ന് രാവിലെ റോനക്കും സാറായും പറഞ്ഞ ആ ഭാഗം നിങ്ങൾ കേട്ടോ, ശ്രദ്ധിച്ചോ? ദൂതന്മാരെ കുറിച്ച് പറഞ്ഞപ്പം ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സന്തോഷമുള്ളിടത്തെ ദൂതന്മാർ നിൽക്കത്തുള്ളൂ. ഒറ്റ മനസ്സോടെ നിൽക്കുന്നത്. നമ്മുടെ ഒരു മോള് ദൂതന്മാരെ ഓപ്പണായി കാണുന്നതാണ്. ഒരു ദിവസം തിണ്ണയിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക പരീക്ഷയ്ക്ക്. നോക്കുമ്പോൾ ദൂതന്മാർ ലൈനായിട്ട് 2-3 പേര് ഇറങ്ങി അങ്ങ് പോകുന്നു. ദൂതനോട് ചോദിച്ചു, ദൂതൻ എങ്ങോട്ട് പോവുക, നിൽക്കുക എന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, അടുക്കളയിൽ പോയി നോക്കാൻ. നോക്കിയപ്പം ഭാര്യയും ഭർത്താവും കൂടെ, അപ്പനും അമ്മയും കൂടെ ഒരു കാര്യം പറഞ്ഞ് അങ്ങ് വഴക്കുണ്ടാക്കുക. ദൂതൻ ഇറങ്ങിപ്പോവുക അവിടുന്ന്. സമാധാനം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും. അതാ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ കൊണ്ടുവരുന്നത്. ജോയ്, ലവ്, പീസ്, അവിടെ ഹോൾ ഹെവൻ സ്റ്റാൻഡ്സ്. എന്ന് ഞാൻ പറയാം, ജീവിതത്തിൽ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തെ ഓണർ ചെയ്യാൻ പഠിക്കണം, ബഹുമാനിക്കാൻ പഠിക്കണം, വാല്യൂ ചെയ്യണം, വില കൽപ്പിക്കണം. ദൈവം ചെയ്ത് പ്രവർത്തിക്ക് ക്രിസ്തുവിൽ തീർത്ത ആ പ്രവൃത്തിക്ക് വാല്യൂ കൽപ്പിക്കണം. നമ്മുടെ കാലിൽ പന്ത് കളി തട്ടുന്ന ആളല്ല യേശു, അത് ഓർത്തോണം. നമ്മൾ ഒരു പ്രാവശ്യം 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക കോട്ടയത്ത്. ഞാൻ കർത്താവിൻ്റെ കൃപ പറഞ്ഞിട്ട് ഞാൻ ഒട്ടനെ എൻ്റെ വായിന്ന് പരിശുദ്ധാത്മ പറഞ്ഞു, എന്നാൽ ഇവൻ രക്ഷകനും, ദ ഗ്രേറ്റ് സേവിയർ, ഗ്രേറ്റ് ഗോഡ് ആൻഡ് മൈറ്റി സേവ്, മഹാദൈവവും രക്ഷകനുമാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ പറയുകയും എനിക്കറിയാം എൻ്റെ പുറയിൽ യേശു വന്ന് നിപ്പുണ്ട്. പുറകെ വന്ന് നിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഐ നോ ഇറ്റ് ആൻഡ് ഐ ഹേർഡ് ഹിം. ഞാൻ കേട്ടൊരു കാര്യം ഞാൻ പറയാം. യേശു എന്നോട് പറഞ്ഞത്, ഇവരോട് പറയണം, ഞാൻ നാണമില്ലാതെ വിലയില്ലാതെ നിങ്ങളുടെ കൂടെ നടക്കുന്നത് ഞാൻ സ്നേഹിച്ചതുകൊണ്ടാണ്. ഞാനാകുന്നവനാണ്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെയും കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കാരണമാണ്, നമ്മുടെ ഗുണം കൊണ്ടൊന്നുമല്ല. സ്നേഹിച്ചു പോയി. അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നത്. പക്ഷെ ആളാരാന്നറിയോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവൻ. The great and glorious God. Oh, blessed be the name of Jesus. The great and glorious God. പരിശുദ്ധാത്മാവ് ആരാന്നറിയോ? പരിശുദ്ധാത്മാവെ ചലിക്ക് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ വേലക്കാരനൊന്നുമല്ല. He's already there and he's already doing his work. പരിശുദ്ധാത്മാവ് ഞാനാകുന്നവനാ, ദൈവമാ. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്ക് ഐക്യമത്യപ്പെടാൻ പറ്റത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ദൈവം എവിടെയാണ് വസിക്കുന്നത്? അവർ ഐക്യമത്യപ്പെട്ടപ്പോൾ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിക്കുമ്പോൾ അവർ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അവരുടെ 2-ാം വാക്യം, when they were of one accord. വായിച്ചേ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ. 1-ാം വാക്യം മുതൽ വായിച്ചു. 2-ാം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ്. അതിനകത്ത് മലയാളം ബൈബിളിൽ ഒരു വാക്ക് വിട്ടിട്ടുണ്ട്. When the day of Pentecost had fully come, they were all with one accord, ഒറ്റ മനസ്സോടെ, in one place. ഈ 40 ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് ഇവരുടെ ഒക്കെ പുറകെ നടന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരെയും ഒരു മനസ്സാക്കാനായിട്ടാണ്. 40 ദിവസം താൻ ജീവനോടെ ഉണ്ടെന്ന് തെളിയിച്ചു, ദൈവരാജ്യം സംബന്ധിച്ച് സംസാരിച്ചു. ഇവരെല്ലാവരും കൂടെ ഒറ്റ മനസ്സോടെ ആക്കാനായിട്ടാണ് കർത്താവ് നോക്കിയത്. കർത്താവ് ഒറ്റ മനസ്സോടെയായി. എന്നിട്ട് പറയാ, ആൻഡ് സഡൻലി, പെട്ടെന്ന്. നമ്മൾ ഒരു മനസ്സോടെ ആകാനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒറ്റ മനസ്സായാൽ പെട്ടെന്നാണ് ദൈവത്തിൻ്റെ പരിപാടി. കുടുംബത്തിൽ ഞാൻ ഇത് പറയുമ്പോൾ ഹോളി സ്പിരിറ്റ് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇത് പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്പം ഞാൻ കേട്ട കാര്യമാണ് പറയുന്നത്. പല ഭവനങ്ങളിൽ വിടുതലാകാത്തതിൻ്റെ കാരണം അപ്പനും അമ്മയും 2 തട്ടി നിൽക്കുന്നുണ്ടാണ്. ഒരു മനസ്സപ്പെട്ടെ ഇങ്ങോട്ടും അങ്ങോട്ടും പരാതികൾ പറഞ്ഞ് നിർത്തിക്കേ. അപ്പനും അമ്മയും മക്കൾ അപ്പന്മാരെയും അമ്മമാരെയും ദൂഷിപ്പിക്കുന്നത് നിർത്തിക്കേ. നിങ്ങൾ എന്നാ എനിക്ക് വേണ്ടി ചെയ്ത് അത് ആ പരിപാടി നിർത്തിയിട്ട് അപ്പനും അമ്മയും മക്കളും ഒറ്റ മനസ്സായോ പെട്ടെന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. നിങ്ങൾ വർഷങ്ങൾ
നടക്കാഞ്ഞ കാര്യങ്ങൾ സെക്കൻഡ് വെച്ച് നടക്കും. വീട്ടിൽ, കുടുംബത്തിൽ നിങ്ങൾ ഒറ്റ ആയി കഴിഞ്ഞാൽ. ഇപ്പം എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത, ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ, ഭാര്യയും ഭർത്താവും മക്കളും ഒറ്റ മനസ്സ്, ഒറ്റ ദർശനം. ഞാൻ പറയാം, അതിനകത്ത് സംശയം വരരുത്. അതെങ്ങനെ നടക്കാനാച്ചാ, ചുമ്മാ ഇതൊക്കെ ചുമ്മാ പറയാന്ന്, അങ്ങനെ പറയരുത്. ഇത് ഒരു കാര്യം ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചേർന്ന് അപ്പനും അമ്മയും മക്കളും ആമേനെന്ന് പറഞ്ഞാൽ നടന്നിരിക്കും. ഹീസ് എ ഗ്രേറ്റ് ഐ ആം, ഹീസ് എ ഗ്രേറ്റ് ഐ ആം. ഒറ്റ മനസ്സ്. ഓർത്ത പഴയ നിയമത്തിൽ ദൈവത്തിന് വിരോധമായി പോലും അവർ ബാബേൽ ഗോപുരം പണിയുമ്പം ദൈവം പറഞ്ഞൊരു വാക്ക, അവരൊന്ന്, അവരുടെ ഭാഷ ഒന്ന്, ഇനി അവർ സങ്കല്പിക്കുന്നത് ചെയ്തെടുക്കും. ആർക്കും തടയാൻ പറ്റത്തില്ല. ഓർത്ത് നോക്കിക്കേ, അത്രയും പവർഫുള്ളാണ് ഒരു മനപ്പെടുക എന്ന് പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ സാമ്പത്തികമായി ഒത്തിരി വെല്ലുവിളിയും, സാമ്പത്തികമായി മാത്രമല്ല, സുശേഷ വേലയുടെ ആദ്യ ദിവസം മുതൽ എതിർപ്പ് സഹിക്കുന്ന ഒരാൾ പല നിലയിലും. അന്നും ഇന്നും അനിയും ഞാനും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും. ഞാൻ യാത്രയിലാണ്, ഫോണിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും ഒരു മനസ്സോടെ. അന്ന് പല കാര്യം പറയുമ്പോൾ അനിയും ചില കാര്യത്തിലൊക്കെ ഞാൻ റോണക്കൊരു പ്രാവശ്യം ഫിറ്റ്സ് വന്നു പെട്ടെന്ന്. ചെറുപ്പത്തിൽ റോണക്കിന് ഫിറ്റ്സ് ഉണ്ടായിരുന്നു. ഞാനൊരു മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പം പോകുന്ന സമയത്ത് ഫിറ്റ്സ് വന്നു. ഞാൻ അമ്മച്ചിയെ റോണക്കിനെയും കൂടെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ആക്കി. അന്ന് അവിടെ ഒരു വലിയൊരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ഉണ്ടായി, വലിയൊരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ്. അതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്നത് കൊണ്ട് ഈ കുഞ്ഞ് സൗഖ്യമാകുമോ? ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ, നീ എൻ്റെ ജോലി ചെയ്യ്, ഞാൻ നിൻ്റെ ജോലി ചെയ്യാം. ഞാൻ അവിടെ അമ്മച്ചിയെ അപ്പോൾ അവിടെ ഒപ്പിടണമായിരുന്നു. കാര്യം ഈ ലങ്സിനകത്ത് നിന്ന് ഇതെല്ലാം എക്സ്പെറേറ്റ് ചെയ്യണം, പമ്പ് ചെയ്ത് കളയണം. അപ്പോൾ അതിനു വേണ്ടി ഒപ്പിടണം. കാര്യം ആ സമയത്ത് എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ അവിടെ ഒപ്പിട്ടിട്ട് ഞാൻ അവിടെ നിന്ന്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞു ഞാൻ പോവുക, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഞാൻ പോയി. ഞാൻ വീട്ടിൽ വരുമ്പം ഞാൻ അനിയോട് പറഞ്ഞു, കുറച്ച് സീരിയസാണ് എന്ന് പറയുമ്പം അനി ഉടനെ ആ കൂട്ടത്തിൽ, ആണോ എന്നാൽ അച്ഛാ എന്തിനാ ഇങ്ങോട്ട് വന്നേ, അവിടെ പോയി കൊച്ചിൻ്റെ കൂടെ നിൽക്കാനുള്ളതിന് എന്ന് പറഞ്ഞില്ല. തിരിച്ച് പറഞ്ഞെന്താണെന്നറിയോ, പോയി മീറ്റിങ്ങിൽ പ്രസംഗിക്കും, പോയി മീറ്റിങ്ങിൽ പ്രസംഗിക്കും, പോയി അവിടെ കീഴ്മേൽ മറിക്കും. ആ ധൈര്യം ഒരുമനപ്പെടുക ഞാനുമായിട്ട്. എന്നിട്ട് എനിക്ക് ഷർട്ട് എടുത്തു തന്നു. കാര്യം എൻ്റെ ഷർട്ട് മുഴുവൻ ഛർദ്ദിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പുതിയ ഷർട്ട് തന്നു. വി വെന്റ് ദേർ. ഞാനവിടെ പോയി. അങ്ങനെയാണ് കാച്ചുവേലി കുന്നേൽ ഉണർവിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടാകുന്നത്. അങ്ങനെ വലിയ ഉണർവ് കോട്ടയത്ത് ആരംഭിക്കുന്നതിൻ്റെ മൂലക്കല കാച്ചുവേലി കുന്നേൽ. ഞങ്ങൾ പല വെല്ലുവിളിയിലൂടെ ഞങ്ങൾ കുടുംബമായിട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഒറ്റ മനസ്സോടെയാണ് തന്നെ, ഒറ്റ മനസ്സോടെ മുഴുവൻ കുടുംബവും. 2008 മക്കൾ സ്കൂളിലും പല സ്ഥലത്തും പല വെല്ലുവിളിയിലൂടെ പോയി. ഒരിക്കൽ പോലും പപ്പ ഇതെന്നാന്ന് അവർ ചോദിച്ചില്ല എന്നോട്. ഒരിക്കൽ ഞാൻ തന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് മെനക്കേടായോ എന്ന്. ഇല്ലില്ല, ഞങ്ങൾക്ക് അത്രയും സന്തോഷമാണ് അവർ. ഒറ്റ മനസ്സോടെ. എവിടെ ഒറ്റ മനസ്സാകുമോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് ആൻഡ് സഡൻലി എന്താ മോളിൽ പറയാ, വൺ അക്കോർഡ് ആൻഡ് സഡൻലി. ഇന്ന് രാത്രിയിൽ എന്ത് വലിയ മുറിവുണ്ടോ, ഇത് യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു പറഞ്ഞാൽ ഓടിച്ചേ അതിനെ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ മുറിവുകളെല്ലാം മാറ്റി ഒറ്റ മനസ്സോടെ ആയാൽ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് രാത്രി അത്ഭുതത്തിൻ്റെ രാത്രിയാണ്. കലിപ്പ്, വിദ്വേഷം അതൊക്കെ ഒന്ന് വിട്ടേ. സോ ഈ ദൈവത്തിൻ്റെ നീതി ഞാൻ പ്രാർത്ഥിക്കും, ഇപ്പം തന്നെ പ്രാർത്ഥിക്കാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ദെയർ ബി എ ഫയർ ഇൻ ദ ഹോൾ ഹോം. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിനകത്ത് കർത്താവെ ഒരു അവിശ്വാസത്തിൻ്റെ വാക്ക് വരാൻ അങ്ങ് സമ്മതിക്കാത്ത വിധം ഓരോരുത്തരുടെയും ഈൽഡ് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. എല്ലാവരും ഒറ്റ മനസ്സോടെ, ഒറ്റ ഭാഷ പറയുവാൻ, ഒറ്റ വിശ്വാസത്തിൽ നടക്കുവാൻ, കൈകോർത്ത് പിടിച്ച് ഒറ്റ നിലയിൽ പ്രാർത്ഥിക്കുവാൻ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഓ റഖ സന്ദരാദര റീദൽ ഖാറിയാന്ധുറബ ഷസേദിലേബേ. കർത്താവിൻ്റെ ആത്മാവിനെ വളരെ വ്യക്തമായി നാളുകൾക്കായി, ഭവനങ്ങൾക്കായി, ഭവനം ഒരു സ്വന്തം ഭവനം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ ഒരൊറ്റ മനസ്സോടെ ഒന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് കർത്താവ് തരും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി കർത്താവെ വഴി ഒരുക്കുന്ന ഞങ്ങളുടെ വലിയ ദയക്കായി സ്തോത്രം. സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സോ ദൈവത്തിൻ്റെ നീതി, ഞാൻ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്നെ ദൈവം അംഗീകരിച്ച് വിളിക്കുക.
പിശാചിൻ്റെ തന്ത്രം എന്താണെന്ന് ഞാൻ പറയാം. ഇതാണ് ഭയത്തിൻ്റെ അടിസ്ഥാനം. ഭയപ്പെടുന്നതിൻ്റെ അടിസ്ഥാനമായി ഇനി പറയാൻ പോകുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം. ദൈവം പ്രവർത്തിച്ചു തൻ്റെ പുത്രനിലൂടെ. ആ പ്രവൃത്തി ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കാതെ ഞാനും കൂടെ ചെയ്യുമ്പോഴാണ് ചെയ്തത് ശരിയാണോ ഇല്ലയോ, ദൈവം ചിലർ പറയത്തില്ല ദൈവം ഇനി പ്രസാദിച്ചോ ഇല്ലയോ, ദൈവത്തിൻ്റെ ദേഷ്യം. ആ സംശയം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തു യേശുവിൽ ആ ക്രൂശിൽ തീർത്തത് ഞാൻ അതിനകത്ത് എനിക്ക് വേണ്ടിയാന്നുള്ള ബോധ്യം വരാത്തത് കൊണ്ട്. അതാ താഴെ റോമർക്ക് ലേഖനം 10-ാമത്തെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ചു. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും, ഇസ്രായേൽ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ചോടെ ഭയങ്കര എരിവോടെയാണ് നടക്കുന്നത്. എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം. ദൈവത്തിനെ കുറിച്ച് ഭയങ്കര എരിവാ. ദൈവം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്തും ചെയ്തും. അതാ മതഭക്തി. എന്തും മതത്തെ രക്ഷിക്കാൻ, കർത്താവിനെ രക്ഷിക്കാൻ ആരും പോകണ്ട. ഹീസ് ഗോഡ്, ഹി ക്യാൻ ഹെൽപ്പ് ഹിംസെൽഫ്. താഴോട്ട് വായിച്ചു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ, ദൈവത്തിന്റെ നീതി അവരറിയാതെ, ഇതാണ് ദൈവത്തിന്റെ നീതി ക്രിസ്തുവില. അതറിയാതെ സ്വന്തം നീതി എന്ന് പറഞ്ഞാൽ സ്വന്തം നീതി പ്രവർത്തി നേർച്ചയിടുക. പ്രാർത്ഥന പോലും കർമ്മമാകും ചിലർ വിശ്വാസികൾക്ക്. എന്നിട്ട് എപ്പോഴും മനസ്സിൽ പിശാച് കൊണ്ടിടും, ഈ പ്രാർത്ഥന ശരിയായില്ല. ഭയം വരാൻ തുടങ്ങും. ഈ കാര്യം നടക്കാഞ്ഞത് പ്രാർത്ഥന ശരിയാകാത്തത് കൊണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളെ എന്നെയും യേശു ക്രിസ്തുവിൽ അംഗീകരിച്ച പിതാവ് എൻ്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുക. നമ്മുടെ പ്രാർത്ഥന കുറവോ, സ്വന്തം നീതി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുക. അവിടെയാ ഭയം വരുന്നേ, അവിടെയാ ഭാരം വരുന്നത്. ഇനി ഞാൻ ശരിയാകാനുണ്ടോ? അതുകൊണ്ട് അടുത്തത് പറയാ, വിസ്ഡം പറയും, ക്രിസ്തുവിലുള്ള ജ്ഞാനം പറയും, നീ ശുദ്ധീകരിക്കപ്പെട്ടതാ. ഇനി പിശാചിന്റെ പോരാട്ടമാണോ? ഉടനെ അടുത്ത വാക്ക് വന്നു, വീണ്ടെടുക്കപ്പെട്ടതാ. ഐ ടെൽ യു, a host of things is in the wisdom which is in Christ. ക്രിസ്തുവില ഈ വചനം ഇരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ 3-ാമത്തെ വാക്യം. ദൈവത്തിന്റെ നീതി അറിയാതെ, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട്, അത് തീരുത്തുമില്ല. അന്വേഷിച്ച് നടക്കാം, പക്ഷേ സകലതും നിവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് വേണ്ടിയ ജീവനും ഭക്തിക്ക് വേണ്ടിയത് സകലതും നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുക, ദാനമായി തന്നിരിക്കുക. ഇനി ഞാൻ എൻ്റെ അറിവിനാൽ അത് എടുത്തോണ്ടാൽ മതി. എന്ത് സിമ്പിളാ ഗോസ്പൽ അല്ലേ? അപ്പോൾ തന്നെ കോംപ്ലിക്കേറ്റഡ് അല്ലേ? ആർക്കാ? സ്വന്തം നീതി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നവർ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ദശാംശം പോലും നീതിയോടെ ചെയ്തോ കുഴപ്പം വരും. അനാവശ്യം തൻ്റെ ഇടം വരും. ധൈര്യമല്ല, തൻ്റെ ഇടം. ഞാൻ പെർഫെക്റ്റാണ്, ഞാൻ എല്ലാം ചെയ്തുകൊണ്ടായിരിക്കും. ദശാംശം പോലും കർത്താവിനോടുള്ള സ്നേഹമായിരിക്കണം കർത്താവിൻ്റെ വേലയിൽ കൊടുക്കുന്നതോ എന്തും ചെയ്യുന്നത്. നീതി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ 40 ദിവസം ഉപവസിച്ച് അവസാനം പിശാച് പറയും 40 ദിവസം ഉപവസിച്ച് ശരിയായില്ലെന്ന് പറയുമ്പോൾ പിന്നെയും അകത്ത്. ഞാൻ പറയാം, ഒരു കാര്യത്തിന് നമ്മൾ തെറ്റിപ്പോയി, പാപം ചെയ്തു എന്ന് വെച്ചു. ആ പാപം ചെയ്തിട്ട് യോഹന്നാൻ 1:9 പറയാ, നിങ്ങൾ ഏറ്റു പറഞ്ഞു, കർത്താവ് ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടും പാപത്തിൻ്റെ ആ ഭാരം അകത്ത് കൊണ്ട് പിശാചാ തരുന്നേ. അത് കാര്യം അവിടെ എഴുതിയിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഒരാളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ അതിൻ്റെ വേര് പോലും എടുത്ത് തൂരോട്ട് കളയും കർത്താവ്. പിന്നെയും അതിൻ്റെ ഭാരം, എൻ്റെ പ്രാർത്ഥന ശരിയായില്ല, ഇത് മുഴുവൻ്റെ ബാക്ക് എവിടെയാണ് വരുന്നത്? സ്വന്തം നീതി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുക. ഞാൻ ചെയ്തത് കൊണ്ട് ഇത് കിട്ടി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നീതി വായിച്ചോ. ഒന്നുകൂടെ 3. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. കാര്യം എന്താ? അവിടെ സെൽഫ് റൈച്ചസ്നെസ്, സെൽഫ് സീക്കിങ്. ദൈവം ചെയ്തതെന്ന് പറയാം, ഇനി എൻ്റെയും കൂടെ വേണം, എൻ്റെ നേർച്ചയും കൂടെ വേണം, എൻ്റെ മെഴുതിരും കൂടെ വേണം. നോട്ട് അപ്രിഷിയേറ്റിംഗ് ആൻഡ് ഓണറിങ് വാട്ട് ഗോഡ് ഹാസ് ഡൺ.
അവർ അന്വേഷിക്കുക. ഇനിയും എന്താ എഴുതിയിരിക്കുന്നത്? നോട്ട് സബ്മിറ്റഡ് ടു ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. സബ്മിഷൻ. കർത്താവെ, ആ ക്രൂശിൽ അങ്ങ് ചെയ്ത് നിവർത്തിച്ചതിനായി സ്തോത്രം. എൻ്റെ രോഗസൗഖ്യം അടിപ്പിണറുകളാൽ അങ്ങ് ഐ ക്യാൻ സീ മൈ സിക്നെസ് ദെയർ ഓൺ ദ ക്രോസ്. താങ്ക് യു. അത് ആ നന്ദിയുള്ള ഹൃദയം. അത് മാറിയിട്ട് നീതി. ഇങ്ങനെയൊന്നും പോകത്തില്ല. ഞാൻ അവിടെയും പൈസ അയക്കും, അവിടെയും പൈസ അയക്കും, എന്നെ സൗഖ്യമാക്കിയാൽ ഞാൻ സാക്ഷ്യം പറയും. യു ആർ ഡീമീനിങ്. സ്വന്തം നീതിയെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുക. അവിടെയാണ് തെറ്റുപറ്റിയത്. എന്നിട്ട് പറയാണ് ഫോർ ക്രൈസ്റ്റ്, 4ാമത്തെ വാക്യം, വിശ്വസിക്കുന്ന ഏവനും. എന്ത് സിമ്പിൾ അല്ലേ? നല്ല കോംപ്ലിക്കേറ്റഡുവാ ഈ തലമണ്ട ഉപയോഗിച്ചാൽ. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ, ദൈവത്തിൻ്റെ മുമ്പിലുള്ള റൈറ്റ് സ്റ്റാൻഡിങ്, പിശാചിനോട് ഇറങ്ങി പോടാന്ന് പറയുന്ന ധൈര്യം, വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം. അപ്പം ന്യായപ്രമാണമായിരുന്നു, നീ ഇത് ചെയ്താൽ ഇത് ചെയ്യും, ഇത് ചെയ്താൽ ഇത് ചെയ്യും. ഇന്നോ പരിശുദ്ധാത്മാവിൽ നടക്കുമ്പോൾ ഇത് ചെയ്യാൻ പോകുവാന്ന് പറയുമ്പോൾ ശബ്ദം കേൾക്കും. ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. വിസ്ഡം വിൽ ടെൽ യു ഫിനിഷ്ഡ്. ഹോളി സ്പിരിറ്റ് വിൽ ടെൽ യു ഫിനിഷ്ഡ്. അതിനകത്ത് കിട്ടുന്ന ലിബർട്ടി എന്ന് പറയുന്നത് ആ സന്തോഷം. ദാറ്റ് ഗോഡ്, ഐ ആം അക്സെപ്റ്റഡ്. എന്നെ ദൈവം അംഗീകരിച്ചു. ക്രിസ്തുവിൽ ഞാൻ ദൈവത്തിൻ്റെ നീതിയായി. പ്രിയമുള്ളവരെ, ഹോളി സ്പിരിറ്റ്, ദ കോൺഫിഡൻസ്, ദി അഷ്വറൻസ് that the Holy Spirit can give you is so great when you understand the substitution that happened in the cross. Oh, blessed be the name of Jesus. പ്രാർത്ഥിക്കാൻ പോവാ. സംതിങ് മൈറ്റി സാബ്. ഇന്നുകൊണ്ട് നിർത്തിക്കോണം സ്വന്തം നീതി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് കിട്ടിയത്, പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, അവൻ്റെ കരുണയാണ്. ഞാൻ പ്രാർത്ഥിച്ച് എന്നെ തന്നെ വിശുദ്ധ ജീവിതം നയിച്ച് ഹോളി സ്പിരിറ്റിൽ ആശ്രയിച്ചേ പിന്നെ വിശുദ്ധ ജീവിതം പ്രസംഗിക്കേണ്ട, തന്നെ വിശുദ്ധ ജീവിതം ആകും. കാര്യം എന്താണെന്ന് ചോദിക്കാം. അപ്രണയ ബന്ധത്തിലോട്ട് വരുമ്പോൾ കർത്താവിനെ വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ല. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ധൈര്യത്തോടെ പറയാൻ തുടങ്ങും. ആൻഡ് ദ ഫയർ ഓഫ് ഗോഡ് വിൽ ബി ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. ഇറ്റ്സ് ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. ഒഴുകുന്ന ജീവിക്കുന്ന ജലത്തിൻ്റെ നദികൾ നിങ്ങളുടെ അടുത്ത് വരുന്നവർ പോലും വിൽ സെൻസ് ദ ലിബർട്ടി ആൻഡ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. എന്നാൽ കൃപയെന്ന് പറഞ്ഞാൽ തോന്നിവാസമല്ല. കാര്യം എന്താ? യു ആർ ബൗണ്ട് ബൈ ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ, സച്ച് എ പവർഫുൾ അനോയിൻറ്റിങ്. കർത്താവേ സ്തോത്രം, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഓ റിഖാന റബ സന്തലാദര. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ ശരീരത്തിൽ ഓരോരുത്തരും ശരീരത്തിനകത്തെ രോഗം ആ ക്രൂശിലൊന്ന് കണ്ടേ, കണ്ണടച്ചെന്ന് കണ്ടേ. നിങ്ങളുടെ ആ അവയവത്തിനകത്തുള്ള ഇൻഫെക്ഷൻ എടുത്ത് ക്രൂശിലെടുത്തതായി കണ്ടേ. ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ്, വായിക്കൊണ്ട് പറഞ്ഞ് അത് പോയി യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച് വായിക്കൊണ്ട് നല്ല ഒച്ചത്തിൽ പറഞ്ഞ് എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന യേശുവിനെ ഉയർപ്പിച്ച്, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവശക്തിയാകിയാൽ ഈ രോഗത്തെ ഞാൻ ആ ക്രൂശിൽ കാണുകയാണ്. ആ ബലഹീനത ഞാൻ ക്രൂശിൽ കാണുക. എൻ്റെ ദാരിദ്ര്യം ഞാൻ ക്രൂശിൽ കാണുക. ഞാൻ ഇനി എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല രക്ഷപ്പെടാൻ പോകുന്നത്. ക്രൂശിൽ നിവർത്തിച്ച ആ വലിയ നീതി, ദൈവം എന്നെ നീതിയാക്കി ക്രിസ്തുവിൽ. ആ ധൈര്യം എനിക്ക് നൽകുന്ന ദയക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ഫ്രീഡം വരട്ടെ. ചിലരുടെയൊക്കെ ഭാരം ഇങ്ങനെ എന്നെ പറയുന്നത് വിട്ടുപോകുന്നത് എനിക്ക് ആത്മാവിൽ കാണാം. ഭയങ്കര ഫ്രീ ആകുന്നതായിട്ട് കാണാം. ശുശ്രൂഷകർ ശുശ്രൂഷകർ കൊടഞ്ഞൊന്ന് എഴുന്നേറ്റ് യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ അകത്ത് ആ വിളി ഇന്നും കിടപ്പുണ്ട്, അഭിഷേകം ഇന്നും കിടപ്പുണ്ട്, എല്ലാം ആ വിളി അവിടെ ഉണ്ട്. കമോൺ, നിങ്ങളൊന്ന് എഴുന്നേറ്റാൽ മതി.
എഴുന്നേറ്റാൽ മതി. അതാണല്ലോ അറൈസ് ആൻഡ് ഷൈൻ. എഴുന്നേറ്റാൽ നിങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും. ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ്, കിടക്ക എടുത്ത് എഴുന്നേൽറ്റ്. മനസ്സുണ്ടോ? എഴുന്നേക്ക്. ഇന്ന് നിങ്ങളുടെ എൻ്റെയും ദിവസമാ. അറൈസ് ആൻഡ് ഷൈൻ. ഓൺലി വെൻ യു അറൈസ്, ദ ഷൈനിങ് ഫേസ് ഓഫ് ജീസസ് വിൽ ബി അപ്പോൺ യു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയും വലിയ അഭിഷേകം, വലിയ ശക്തി, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നതേക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തുതിക്കുന്നു, അനുഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മനസ്സിലായോ? നമ്മൾ കർത്താവ് ചെയ്തതിൻ്റെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ പകരം സ്വന്തം നീതി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയാൽ അവിടെയാ ഭയം കയറി വരുന്നത്. ശരിയായോ, ഞാൻ ശരിയാണോ? അതായത് കർത്താവിലൊന്ന് ആശ്രയിച്ച്, കർത്താവ് ഇത് ചെയ്തല്ലോ, അതുകൊണ്ട് പിതാവിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഐ എം ദ ബിലവഡ് ഓഫ് ഗോഡ് എന്നൊന്ന് തമ്മേ ഒന്ന് പറഞ്ഞ്, നമ്മളോട് തന്നെ പറഞ്ഞ്, യു വിൽ ഫൈൻഡ് സച്ച് ജോയ്. ആ ടെൻഷൻ അങ്ങ് മാറും, ആ ഭാരം അങ്ങ് മാറും. ബിക്കോസ് ഐ നോ ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് ഐ എം അക്സെപ്റ്റഡ്. കഴിഞ്ഞ ദിവസം ഒരു ഇമെയിൽ എനിക്ക് വന്നു. ആ ഇമെയിലിൽ ഒരു ശുശ്രൂഷകൻ, ഒരു പാസ്റ്റർ എഴുതിയിരിക്കുന്നത്, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ വന്നു, അതോടെ എല്ലാം തീർന്നു. എൻ്റെ വിളി തീർന്നു, എൻ്റെ അഭിഷേകം തീർന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ വിളി തിരിച്ചു കിട്ടാൻ, ആ അഭിഷേകം തിരിച്ചു കിട്ടാൻ, ആ കൃപാവരങ്ങൾ തിരിച്ചു കിട്ടാൻ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാം. ദൈവം മനുഷ്യനല്ല. മനുഷ്യനാണ് പിണങ്ങുമ്പം കൊടുത്തത് തിരിച്ചെടുക്കുന്നത്. കാണാൻ പറ്റില്ല, പിള്ളേരൊക്കെ പിണങ്ങി കഴിയുമ്പോൾ അന്ന് ഞാൻ തന്നേ, ആ പെണ്ണെനിക്ക് തിരിച്ചു തന്നേ എന്നൊക്കെ പറഞ്ഞാൽ. മനുഷ്യനല്ല ദൈവം, മനുഷ്യനല്ല, കണക്ക് പറയുന്നതല്ല ദൈവം. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം ഇതേ 11:29 പറയുന്നത്, ദൈവം തന്നത് തിരിച്ചെടുക്കത്തില്ല. ഞാൻ ആ ശുശ്രൂഷകന് ഒരു നീണ്ട കുറേ സമയമെടുത്ത് ഞാൻ എഴുതി. ദൈവം മനുഷ്യനല്ല പ്രിയമുള്ളവരെ. ഇന്ന് ആരെങ്കിലും ഇങ്ങനെ ഒരു മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ? തെറ്റാന്ന് നിങ്ങൾക്ക് ബോധ്യമായോ? ആ ബോധ്യം വരുന്നത് ഏറ്റവും വലിയ കാര്യം. ആ തെറ്റ് ചെയ്തിട്ട് സ്വയം ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന നടക്കുന്ന തെറ്റാണ് ഞാൻ ചെയ്തത്, ബോധ്യം വന്നില്ലേ? അത് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയതാണ്. ഇനി ഒന്ന് എഴുന്നേറ്റാൽ മതി, പ്രകാശിക്കും. ഗിഫ്റ്റ് ആൻഡ് കോളിംഗ് ഓഫ് ഗോഡ് ഇസ് ഇറിവോക്കബിൾ. മനസ്സിൽ എപ്പോഴും ഓർത്തോണം, ദൈവം മനുഷ്യനല്ല മറന്നു കളയുവാൻ, നുണ പറയുവാനും മനുഷ്യനല്ല. അപ്പം മനുഷ്യൻ്റെ വിചാരങ്ങളാണ് നമ്മുടെ മനസ്സിൽ. നീ തെറ്റിപ്പോയി, അപ്പം എല്ലാം ഞാൻ തിരിച്ചെടുത്ത് അന്ന് ഞാൻ തന്നത് തിരിച്ചെടുക്കും, എല്ലാം തന്നത് തിരിച്ചെടുക്കും. ദൈവമല്ല, ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. നിറയ്ക്കുന്നവൻ്റെ നിറവെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നിറയ്ക്കുന്നവനാണ്. ഒരാൾ മാനസാന്തരപ്പെട്ടാൽ, ഒരാൾ തെറ്റിപ്പോയി, കർത്താവിന് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ, ഹി വിൽ ഫോർഗിവ് യു ആൻഡ് ഹി വിൽ ഫിൽ യു അഗൈൻ. When I fall down, you pick me up. When I am dry, you fill my cup. You are my all in all. ഞാൻ വീണ് പോകുമ്പോൾ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും. ഞാൻ ഉണങ്ങിയ ചിന്ത വരുമ്പോൾ എൻ്റെ പാനപാത്രം അവൻ കവിഞ്ഞൊഴുകും. ദാറ്റ് ഈസ് മൈ ജീസസ്. അതാ എൻ്റെ യേശു. ആ യേശുവിനെ അറിയണോ? പരിശുദ്ധാത്മാവിനാലല്ലാതെ നടക്കത്തില്ല. ആ പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞേ, ഹീസ് സോ വണ്ടർഫുൾ, ഹീസ് സോ പ്ലസ്. മറക്കരുത്, പരിശുദ്ധാത്മാവ് എവിടെയാണ് വരുന്നത്? തന്നെ ബഹുമാനിക്കുന്നിടത്ത്, തന്നെ ആദരിക്കുന്നിടത്ത്, തനിക്ക് വില കൊടുക്കുന്നിടത്ത്. ജീസസ് ഷുഡ് ഫീൽ സേഫ് വിത്ത് അസ്. വീണ്ടും ആവർത്തിച്ച് പറയാം, തന്നെ ബഹുമാനിക്കുന്നിടത്ത്, തന്നെ ആദരിക്കുന്നിടത്ത്, അവിടെയാണ് ഓണർ ചെയ്യണം, വാല്യൂ ചെയ്യണം. ആൻഡ് ദെയർ യു വിൽ സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. പ്രസൻസ് എപ്പോഴും കൂടെ ഉണ്ട്. ഞാനോ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എല്ലാ നാഴികയിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്.
നുണ പറയത്തില്ല എൻ്റെ യേശു. കൂടെ ഉണ്ട്, നമുക്കത് മനസ്സിലാകുന്നില്ല. എന്നാൽ ഒന്ന് അംഗീകരിച്ച്, ഹൃദയത്തിൽ വിശ്വസിച്ച്, വായിക്കൊണ്ട് അംഗീകരിച്ച്, നന്ദി കർത്താവ് എൻ്റെ കൂടെ ഉള്ളതിനാൽ സംതിങ് വിൽ ഹാപ്പൻ. You will be covered, you will recognize, and then ഓരോ നിമിഷവും you will walk in him. How to be filled with the fullness of God, ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്നർ ചേംബറിൽ എത്തുമ്പം അവിടെ തുടങ്ങും how to be filled. ഞാൻ ഇന്ന് ടൈം അലോൺ വിത്ത് ഗോഡ് പറയണമെന്നൊക്കെ വിചാരിച്ചാണ്. ബട്ട് ലുക്ക് ഹൗ ഗോഡ് ടേക്സ്, ഹോളി സ്പിരിറ്റ് ടേക്സ് us into a different realm. God bless you. പ്രാർത്ഥിച്ചു അന്യഭാഷയിൽ. Again, the tangible presence of God. Value his presence. And he will reveal his glory. Glory which is already in you. Glory that is igniting. The kabod where no man can stand before you. പ്രസൻസിനെ വാല്യൂ ചെയ്തേ, പ്രസൻസിനെ ഒന്ന് വില കൊടുത്തേ, പ്രസൻസിനെ ഒന്ന് അംഗീകരിച്ചേ. എന്നാൽ ആ കാബോദ് ഗ്ലോറി, ദ ഷെക്കേന ഗ്ലോറി, ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സാണ്. വിച്ച് ഓൾ ഇൻ വൺ ഇൻ ക്രൈസ്റ്റ് ഹാസ് കം ഇൻ യു. will be starting to manifest. ആ സമയത്ത് യു ബിക്കം അൺസ്റ്റോപ്പബിൾ. ആർക്കും നിങ്ങളെ തടയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. കീപ് പ്രൈസിങ് ഹിം, കീപ് പ്രൈസിങ് ഹിം. നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ തന്നെ വീട്ടിൽ പ്രാർത്ഥിച്ച്, ഐ ആം ഇഗ്നൈറ്റഡ്, ഐ ആം ഓൺ ഫയർ, ബിലീവ് മീ. The love of God is pouring out upon you. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ആ ഭവനത്തിൽ വലിയ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഗഷിങ്, വലിയ കൊടുങ്കാറ്റൊക്കെ. ഇപ്പം വലിയ സൈക്ലോണല്ലേ കേൾക്കുന്നത്. വീടടച്ച് അകത്തിരുന്നാൽ നിങ്ങൾ പറയും, എന്നാ സൈക്ലോൺ. വാതിലും കഥയൊന്ന് തുറന്നേ, മൂളിച്ച കേൾക്കാം, അനുഭവിക്കാം. അതുപോലെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ ഹീ വിൽ കം ഇൻ. ഹീസ് നോക്കിംഗ് അറ്റ് യുവർ ഡോർ. ബിലീവ് മീ. ഇന്ന് രാത്രി ഹീസ് നോക്കിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മൾ അറിഞ്ഞില്ല, വില കൊടുത്തില്ല. നിങ്ങൾ എന്തെങ്കിലും പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവിനോട് ക്ഷമിക്കണേ. ഇറ്റ് വിൽ ബി ഗ്ലോറിയസ്. ഫാദർ, ഐ താങ്ക് യു that you are releasing something mighty and glorious into the homes, into the life. എനിക്കകത്ത് കത്തുന്നതായിട്ട് കാണാം. I can see the igniting power of God inside of you. Let there be greater glory and manifestation of the Holy Spirit in your life. Thank you, my Father. Thank you, my Father. ഇരിക്കാൻ പറ്റാത്ത വിധം തുള്ളിച്ചാടുന്ന നിലയിൽ ദൈവമഹത്വം ഭവനങ്ങളിൽ സാന്നിധ്യത്താൽ ഇറങ്ങി നിൽക്കുന്നത് കാണും. Rejoice in him. Rejoice in him. Rejoice in Jesus. Oh, Rokona Randula Raba Sakalari Andara. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുത നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നടക്കാത്ത കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കട്ടെ. റിലീസ് യുവർ ഫാദർ, റിലീസ് യുവർ പ്രസൻസ് ആൻഡ് റിലീസ് യുവർ ഗ്ലോറി. In Jesus' name. Love you. Love you, my Jesus. You are my Jesus. Amen. Amen. See you tomorrow again, same time. Bless you. രാവിലെ 8:30 അറൈൻ സൺഷൈൻ ഉണ്ട്, കഴിഞ്ഞ് VBS ഉണ്ട്, തോമസ് ബ്രദറിൻ്റെ ഗലാത്യർക്ക് എഴുതിയ ലേഖനമുണ്ട്. ആൻഡ് കർത്താവ് അനുവദിച്ചെങ്കിൽ നാളെ വൈകുന്നേരം വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളിൽ പലരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം വചനത്തിൻ്റെ വാതിൽ ഇതുവരെ തുറന്നിട്ടില്ലാത്ത നിലയിൽ തുറക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കാരണമാണ്. തങ്കു ബ്രദർ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ പോലും അതിശയിച്ച് നിൽക്കുന്നത്, ഞാൻ എന്താ പറയുന്നതെന്ന്. ആ കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട്. പൗലോസ് പറയുന്നൊരു പ്രാർത്ഥന ഉണ്ട്, വചനം വേഗത്തിൽ, ലെറ്റ് ഇറ്റ് മേ ഗോ ഫാസ്റ്റ്. നമ്പർ 2, വാതിലൊന്ന് തുറക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. നമ്മുടെ മിനിസ്ട്രീസിനെയും വ്യക്തിപരമായ എന്നെയും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ലൈവുകൾ എല്ലാം നല്ല ബെസ്റ്റായിട്ട് നടത്താൻ എല്ലാവരുടെ പ്രാർത്ഥിക്കുകയും ചെയ്തു, നൽകുകയും ചെയ്തു. നന്ദി. ചിലരൊക്കെ പേഴ്സണലായിട്ട് ഗിഫ്റ്റ്സ് അയച്ചു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.